ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പാർലമെന്റ് നിശ്ചയിച്ച മിനിമം ശിക്ഷയാണ് 20 വർഷം. അത് കോടതിയുടെ ഔദാര്യമല്ല, പ്രോസിക്യൂഷന്റെ അവകാശമാണ്. 20 വർഷത്തിന് മുകളിൽ എത്ര വരെയും കോടതിക്ക് ശിക്ഷ വിധിക്കാം. പരമാവധി ശിക്ഷ നൽകിയിട്ടില്ല. കുറ്റകൃത്യത്തിൽ പ്രതികളുടെ ഗൂഢാലോചന തെളിഞ്ഞതാണ്. എന്നിട്ടും മിതമായ ശിക്ഷയാണ് നൽകിയത്. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതിജീവിതയ്ക്ക് പരിപൂർണ നീതി കിട്ടിയിട്ടില്ല. പ്രതികൾക്ക് കോടതി വിധിച്ച ശിക്ഷയെ വിമർശിച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ആദ്യം സൂചിപ്പിച്ചത്. പ്രതികളെ പൂർണ്ണമായും കണ്ടെത്തി കോടതിക്ക് മുന്നിലെത്തിച്ച രാജ്യത്തെ തന്നെ ആദ്യ കൊട്ടേഷൻ റേപ്പ് കേസ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ ശിക്ഷിക്കപ്പെടുമ്പോഴും കുറ്റകൃത്യത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് പരമാവധി ശിക്ഷ വിധിച്ചിട്ടില്ല. ജീവപര്യന്തം വിധിച്ചിട്ടില്ല എന്നത് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. ഗൂഢാലോചന കേസിൽ നിന്നും പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ട വിധി പരക്കെ വിമർശിക്കപ്പെട്ടതിന് പിന്നാലെ കൂട്ടബലാത്സംഗവും ഗൂഢാലോചനയും തെളിഞ്ഞിട്ടും പ്രതികൾക്ക് മിനിമം ശിക്ഷ വിധിച്ചുവെന്ന വിമർശനം വിധിക്കുമേൽ ശക്തമായുണ്ട്. വിധിയും നീതിയും ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ആൻഡ് വ്യൂസിൽ അഭിഭാഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിധിയുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ പങ്കെടുക്കുന്നത്. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, അഡ്വക്കേറ്റ് PM ആതിര, അഡ്വക്കേറ്റ് PA പ്രിജി, അഡ്വക്കേറ്റ് N ലാൽകുമാർ. ആദ്യം കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് കൂടി ചേരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ഈ ശിക്ഷ കോടതി വിധിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പിന്നീട് മണിക്കൂറുകളായി വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. സാലി, ഈ ചർച്ചയിലേക്ക് പോകും മുമ്പ് ഇന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയുടെ കൂടി ഒരു സഹായത്തിന് വേണ്ടി കോടതി പ്രതികൾക്കുമേൽ വിധിച്ച ശിക്ഷയുടെ വിശദാംശങ്ങൾ ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്തൊക്കെയാണ് ഈ ചർച്ചയ്ക്കായി വരേണ്ടത്, പരിശോധിക്കേണ്ടത്? ശരത്ത്, അതായത് കൂട്ടബലാത്സംഗത്തിലുള്ള ശിക്ഷ എല്ലാ പ്രതികൾക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ അതിൽ നിരാശപ്പെടരുന്ന ഒരു ഘടകമുണ്ട്. കൂട്ടബലാത്സംഗത്തിന് പാർലമെൻറ്റ് ശിക്ഷിച്ച ആ നിർഭയ കേസിലെ അമെൻമെൻറ്റോടുകൂടി പാർലമെൻറ്റ് നിയമഭേദഗതി വരുത്തിയപ്പോൾ കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷ ഏറ്റവും കുറഞ്ഞതാണ് 20 വർഷം, ജീവിതാവസാനം വരെ ഏറ്റവും ഉയർന്ന തടവും. പക്ഷേ ഈ കേസിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് പ്രതികൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പൾസർ സുനിക്ക് പോലും അതുമാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നിരാശ പടരുന്ന ഒരു ഘടകമായി വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പ്രോസിക്യൂഷൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ നിരാശാജനകം എന്ന് തന്നെ സൂചിപ്പിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യം ഇതാണ്: ഈ കോടതി വിധി എന്ന് പറയുന്നത് കോടതിയുടെ ഔദാര്യമല്ല, പാർലമെൻറ്റ് പ്രോസിക്യൂഷൻ നൽകിയ അധികാരം തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ നീതിയുക്തമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും 20 വർഷം എന്ന് പറയുമ്പോൾ ഇതിനകം തന്നെ പല പ്രതികളും വിചാരണ തടവുകാരായി ദീർഘകാലം കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പൾസർ സുനി 7.5 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇനി 12.5 വർഷം കൂടി പൾസർ സുനിക്ക് തടവിൽ കിടന്നാൽ മതിയാകും. ആദ്യം ഇറങ്ങുന്ന പ്രതിയും ശിക്ഷ പൂർത്തിയാക്കി ആദ്യം ഇറങ്ങുന്ന പ്രതിയും പൾസർ സുനി തന്നെയായിരിക്കും. ഒപ്പം പിഴശിക്ഷയുമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 3.25 ലക്ഷം രൂപയാണ് പൾസർ സുനിക്ക്. ഒരു പ്രതിക്ക് 1.5 ലക്ഷം രൂപ, മറ്റു പ്രതികൾക്ക് 1.25 ലക്ഷം രൂപ, അങ്ങനെ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇതിൽ അധികം ശിക്ഷ ലഭിക്കും എന്നായിരുന്നു ഒരു പൊതുപ്രതീക്ഷ. വിശേഷിച്ചും എല്ലാവർക്കുമെതിരെ കൂട്ടബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഉയർന്ന ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അതുണ്ടായില്ല എന്നുള്ള നിരാശ പ്രോസിക്യൂഷന് ഉണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാവർക്കുമുണ്ട്. പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇതിൽ അപ്പീൽ പോകാനുള്ള സാധ്യത സർക്കാരുമായി ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ഇന്ന് കോടതി ശിക്ഷ വിധിച്ച് പ്രതികൾ പുറത്തേക്ക് പോയതിനു ശേഷം പ്രതിഭാഗം പറഞ്ഞത് ഈ പൾസർ സുനി ഒഴികെയുള്ള പ്രതികളുടെ കാര്യത്തിൽ ഇത്തരം ഒരു ശിക്ഷയ്ക്ക് അവസരമുണ്ടായിരുന്നില്ല. പല കാര്യങ്ങളും ഇവരുടെ മേൽ തെളിയിക്കപ്പെട്ടിട്ടില്ല, യാതൊരു തെളിവുമില്ലാത്തതാണ്. അതുകൊണ്ട് അവരും അപ്പീൽ പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെയുള്ള സർക്കാർ അപ്പീൽ, കൂടാതെ ശിക്ഷ കുറഞ്ഞുപോയി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രോസിക്യൂഷൻ്റെ സർക്കാരിൻ്റെ അപ്പീൽ, മൂന്നാമത് ഈ ശിക്ഷയ്ക്കെതിരായ പ്രതിഭാഗം അപ്പീൽ, ഇത് മൂന്നും വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ എത്തും എന്ന് തന്നെയാണ് സൂചന. ഏതായാലും പ്രധാനപ്പെട്ട കേസിൽ ഒരു വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ശരി സാലി, കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദാണ് ഈ വിവരങ്ങൾ പറഞ്ഞത്. ഞാൻ അഡ്വക്കേറ്റ് ആതിരയിലേക്കാണ്. ആതിര, ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് കുറ്റം തെളിഞ്ഞ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി വിധിച്ച ശിക്ഷയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. ആതിര, അത് ശ്രദ്ധിച്ചപ്പോൾ എന്താണ് തോന്നിയത്? മുമ്പ് പറഞ്ഞതുപോലെ നിരാശയുടെയും വിമർശനത്തിൻ്റെയും ഒരു തലം ആ ശിക്ഷ വിധിച്ചതിന് ശേഷം വന്നിട്ടുണ്ട് ആ വിധിക്കുമേൽ. അതെ, ഇത് ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്തൊരു ക്രൈമിൽ ഏറ്റവും ഇൻവോൾവ് ആയിട്ടുള്ള പ്രതിക്ക് പോലും
അതിലേറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകുന്നുള്ളൂ എന്നുള്ളത് സമൂഹത്തിന് എന്ത് പാഠം നൽകും എന്നുള്ളതാണ്. ഒരു ശിക്ഷാവിധി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടുന്നത് സമൂഹത്തിൽ അത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ഒരു പാഠമാകും വിധം ഏറ്റവും കൂടിയ ശിക്ഷ കൊടുക്കുന്നതിന് എന്ത് തടസ്സമായിരുന്നു ഇതിലുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ പൊതുവിൽ പുറത്തു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഏറ്റവും കൂടിയ ശിക്ഷയിലേക്ക് പോയില്ല എന്നുള്ളത് കടുത്ത നിരാശ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളെ ആവർത്തിക്കാൻ പ്രേരിപ്പിക്കും വിധമുള്ള ഒരു വിധിയായിട്ട് പൊതുവിൽ സമൂഹം ഇതിനെ വിലയിരുത്തും. പ്രത്യേകിച്ച് ഇത്തരം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് മറുഭാഗത്ത് പ്രതികൾ പ്രബലസ്ഥാനത്തുള്ള ആളുകൾ വരുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് ഏറ്റവും പ്രബലരായ ആളുകളെ മുഴുവൻ ഇതിൽ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അതിലേറ്റവും ഈ പറയുന്ന ഏറ്റവും ചെറിയ പ്രാണികൾ മാത്രം ബാക്കി നിൽക്കുന്ന വിധമുള്ള ആളുകളുടെ മീത പോലും ഏറ്റവും കൂടിയ ശിക്ഷാവിധിയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത വിധം സ്വാഭാവികമായിട്ടും ശിക്ഷയെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രതികൾ സ്ഥിരമായി പറയുന്നതാണ് വീടിൻ്റെ പ്രശ്നം, പിന്നെ വീട്ടുകാരുടെ കുടുംബ സാഹചര്യം, ഇതൊക്കെ പറയുന്നതാണ്. എല്ലാ ആളുകളും എല്ലാ ക്രിമിനൽ കേസിനകത്തും ഫൗണ്ട് ഗിൽറ്റി പറഞ്ഞ കേസുകൾക്കകത്ത് പ്രതികൾ നടത്തുന്ന ഒരു വാദം മാത്രമാണത്. അതിനകത്ത് ഇത് പരിശോധിച്ച് പ്രതികളുടെ പ്രായവും കുടുംബ സാഹചര്യവുമൊക്കെ സാധാരണ ചില കേസുകൾക്കകത്ത് പരിഗണിക്കാറുണ്ട്. പക്ഷേ ഈ കേസിനകത്ത് അത് പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ളത് കൂടി മറുഭാഗം നിൽക്കുന്നൊരു സിവിൽ സൊസൈറ്റി ഉത്കണ്ഠപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ള നിലയ്ക്ക് പറയല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് സെൻസിബിളായിട്ടുള്ളൊരു ജുഡീഷ്യറി പെരുമാറേണ്ടുന്നൊരു വിധമുണ്ട്. ആ സെൻസിബിലിറ്റിയുടെ ഒരു കുറവ് സത്യത്തിൽ ഈ വിധിന്യായത്തിനകത്ത്, വിധിന്യായം വായിച്ചിട്ടില്ല, കേട്ടറിഞ്ഞ വിധിയിൽ സ്വാഭാവികമായിട്ടും പുറത്തു നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ക്രിമിനൽ ലോ അമെൻമെൻറ്റിലേക്കൊക്കെ എത്തിയത് ഈ 20 വർഷവും ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഇംപ്രിസൺമെൻ്റ് ആണ് എന്നതിലേക്കൊക്കെ എത്തിയതിനകത്ത് നിരവധിയായിട്ടുള്ള നിയമ പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയുണ്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കോടതി മുറിയിൽ നിന്ന് ഇന്ന് കാണുന്ന കോടതി മുറിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും ശിക്ഷാവിധികൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നതും ഒരു സുപ്രഭാതത്തിൽ നടന്നിട്ടുള്ള മാറ്റമല്ല, മറിച്ച് സ്ത്രീകൾ ഇത്തരം കേസുകൾക്കകത്ത് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ അതിജീവിതകളാക്കി മാറുന്നതിന് വേണ്ടി നടത്തിയ നിരന്തരമായ പോരാട്ടത്തിൻ്റെ വഴിയിൽ അവരുടെ കണ്ണീരും ചോരയും നനഞ്ഞ വഴി കൂടിയാണ് ഈ നിയമപരിഷ്കരണമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പലരും കൊല ചെയ്യപ്പെട്ടു, ഇതൊക്കെ പലരും പാലായനം ചെയ്തു, പലരും ഈ പറയും വിധം പരാതിക്കാരാവാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു കാലത്താണ് നിയമം പറയുന്നതിലെങ്കിലും അതിനപ്പുറത്തേക്ക് എക്സീഡ് ചെയ്യും വിധമൊന്നും ജുഡീഷ്യറി പെരുമാറാൻ ഒന്നും നമ്മൾ ഇക്കാലത്ത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നിയമം പറയുന്നതിൻ്റെ ഒരു മാക്സിമം പണിഷ്മെൻറ്റിലേക്കെങ്കിലും സമൂഹം ഉറ്റുനോക്കുന്ന ഒരു കേസിനകത്ത്, ഇത്രയും കൂടിയൊരു ക്രൈം നടന്ന കേസിനകത്ത് അതിലേറ്റവും കൂടിയ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരാൾക്ക് പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ ഒരു പ്രയാസമുണ്ട് അതിനകത്ത്. തീർച്ചയായും ആ വിധമൊരു നിരാശ ഇന്ന് ഈ വിധി പ്രതികൾക്ക്, കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുമ്പോഴും ഉണ്ടാകുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായൊരു പ്രശ്നം. അതാണ്, അല്ലെങ്കിൽ ഒരു തലം അതാണ്. അഡ്വക്കേറ്റ് സി ഷുക്കൂർ വക്കീലും ആ നിലയിൽ തന്നെ ഈ ഒരു പ്രശ്നത്തെ കാണുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന, കുറ്റകൃത്യം ചെയ്യുന്നതിലെ പ്രതികളുടെ ഗൂഢാലോചന, അതുപോലെ തന്നെ കൂട്ടബലാത്സംഗം എന്നതുപോലെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ ആക്ട് അത് കൃത്യമായി തെളിഞ്ഞ കേസാണ്. നോക്കൂ, ആ കേസിൽ തന്നെ ഷുക്കൂർ വക്കീൽ, ഇതിലെ ഒന്നാം പ്രതി പൾസർ സുനി, അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം, അയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ ആ പശ്ചാത്തലത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, കോടതി തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും നോക്കൂ, ഇതുപോലെ രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ റേപ്പ്, പക്ഷേ ഇതിലെ ഒന്നാം പ്രതി ഏതാണ്ട് ഒരു 13-12, നേരത്തെ സാലിം മുഹമ്മദ് പറഞ്ഞൊരു 12, പരമാവധി 13 വർഷത്തിനുള്ളിൽ കോടതിയിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. അവിടെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആ വലിയ നിരാശയും ആ വിധിയിലുള്ള വിയോജിപ്പും ഒക്കെ നമ്മൾ കണ്ടത്. ഷുക്കൂർ വക്കീൽ, നമ്മുടെ നിർഭയ സംഭവത്തിന് ശേഷം രാജ്യത്ത് മുഴുവൻ ജനങ്ങൾ തെരുവിലിറങ്ങിയതിൻ്റെ ഫലമാണ് ഈ 2013 ക്രിമിനൽ ഭേദഗതി നിയമം വന്നത്. IPC, CRPC, എവിഡൻസ് ആക്ട് തുടങ്ങിയ ക്രിമിനൽ നിയമങ്ങളിലൊക്കെ ബർമ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 376D എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തത്. നേരത്തെ മറ്റ് ക്രിമിനൽ ഒഫൻസ് കുറ്റകൃത്യങ്ങളിൽപ്പെട്ടാൽ, ഇപ്പം നമ്മൾ 4-5 പേര് ചേർന്ന് ഒരാളെ അടിച്ചാൽ, അല്ലെങ്കിൽ 6-7 പേർ ചേർന്ന് ഒരാളെ കൊന്നാൽ, അത്തരം കേസുകളിലൊക്കെ ഈ കൂട്ടപ്രതികൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്
പ്രത്യേക വകുപ്പുകൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുണ്ട്. നേരത്തെ IPC-ൽ 304, 149 തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട്. അവർക്ക് പൊതുവായ താല്പര്യം വേണം, കോമൺ ഇൻറ്റൻഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ റേപ്പ് കേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്ത്രീയെ ഒന്നിൽ കൂടുതൽ പേർ ചേർന്ന് ലൈംഗികമായി ആക്രമിക്കുന്ന സമയത്താണ് റേപ്പ് വരുന്നത്. ആ റേപ്പിൻ്റെ ഡെഫിനിഷൻ പോലും 375 പ്രകാരം വളരെ വലിയ തോതിൽ മാറ്റം വരുത്തിയിട്ടാണ് ഈ 2013 ക്രിമിനൽ ഭേദഗതി നിയമം വന്നത്. അപ്പം അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാലാണ് മിനിമം അവർക്ക് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷമാണ്. അത് നമ്മുടെ പാർലമെൻറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനുള്ള കാരണം, പാർലമെൻറ്റ് ലോകത്തെല്ലാ പാർലമെൻറ്റുകളും ശിക്ഷാവിധികളെക്കുറിച്ച് കൃത്യമായ ചർച്ച നടത്തിയിട്ടാണ് തീരുമാനത്തിലെത്തുന്നത്. അത് എക്സ്പേർട്സായ ആൾക്കാർ നിയമം ഡ്രാഫ്റ്റ് ചെയ്ത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അത് അവതരിപ്പിച്ച് പാർലമെൻറ്റ് അംഗങ്ങൾ തമ്മിൽ സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ തീരുമാനത്തിലെത്തുമ്പോൾ സമയത്ത് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ കാലാവധി 20 വർഷമാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നിൽ കൂടുതൽ ആൾ, അതായത് 2 പേർ പങ്കെടുത്ത സാധാരണ നിലയിൽ റേപ്പ്, ഞാൻ സാധാരണ നിലയിൽ റേപ്പ് എന്ന് പറയുന്നത് ആ കുറ്റകൃത്യത്തെ ലഘുവായി കാണിക്കാനല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സാധാരണ നിലയിൽ റേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് താമസിക്കുന്നില്ല, അവരുടെ വീട്ടിലുള്ള സമയത്ത് 2 പേർ പോയി ചേർന്ന് അവരോട് കീഴ്പ്പെടുത്തി ശാരീരികമായി ഉപദ്രവിക്കുന്നതിനാണ് സാധാരണ നിലയിൽ. അതിന് സാധാരണ എന്ന് പറയുന്നത് കുറ്റകൃത്യത്തെ ലഘുവാക്കാനല്ല. അങ്ങനത്തെ റേപ്പും ഓടുന്ന വാഹനത്തെ പിന്തുടർന്ന് ആ വാഹനത്തിലെ അവരെ പിടിച്ച് വലിച്ച് കയറ്റാൻ നോക്കി പരാജയപ്പെട്ടപ്പോൾ അവർ സഞ്ചരിക്കുന്ന കാറിൽ കയറി അവരെ മൃഗീയമായി 2 മണിക്കൂർ ഉപദ്രവിച്ച് അത് മുഴുവൻ വീഡിയോയിലെടുത്ത ഒരു കുറ്റകൃത്യത്തെയും സാധാരണ നമ്മൾ പറയുന്ന ഗാങ് റേപ്പിനെയും ഒരുപോലെ കാണുന്ന ഒരു മനോഗതി ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് ഉണ്ടാകുന്നത് അത്യന്തം വേദനാജനകവും ഖേദകരവുമാണ്. ജനം എന്ത് പറയുന്നതോ ജനക്കൂട്ടത്തിൻ്റെ ആരവം കൊട്ടിട്ടോ ഒരു കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ കോടതിന് മുമ്പാകെയുള്ള വസ്തുത നിഷേധിച്ചുകൊണ്ട്, വസ്തുത കാണാതിരുന്നു കൊണ്ട് ഒരു കോടതി ശിക്ഷ വിധിക്കുന്നത് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇതാദ്യത്തെ ഞാൻ കുറച്ച് നാൾ മുമ്പാണ് പാലത്തായിലെ പപ്പൻ എന്ന് പറയുന്ന BJP നേതാവിനെ തലശ്ശേരിയിലെ പോക്സോ കോടതി മരണം വരെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. ആ കേസ് നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ ഒരു 200 വർഷം പഴക്കമുള്ള തലശ്ശേരി കോടതിയിലെ ഒരു വിധിന്യായം നമ്മുടെ മുമ്പിലുണ്ട്. ആ വിധിന്യായം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വിക്ടിമിന് അനുകൂലമായി നിയമത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അനീതിയല്ല. ദുർബലനായ മനുഷ്യനും ശക്തനായ മനുഷ്യനും ഒരു നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ തീർച്ചയായും നിയമം എന്ന് പറയുന്നത് ആ ശക്തനായ ആളെ കൂടെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്, ദുർബലനായ മനുഷ്യൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നീതി, അതാണ് ലോകം, അതാണ് ലോകത്ത് മുഴുവൻ മനുഷ്യത്വമുള്ള ആൾക്കാരും ആഗ്രഹിക്കുന്നത്. ഇവിടെ തലശ്ശേരി പോക്സോ കോടതി മരണം വരെ ജീവപര്യന്തം ആ മാഷ്ക്ക് ശിക്ഷ വിധിക്കുന്ന സമയത്ത് കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസർമാർ അവർ എത്രമാത്രം സെൻസിറ്റീവാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ എത്രമാത്രം ഉയർന്ന ബോധമുള്ളവരാണെന്നതിൻ്റെ മികച്ച ഉദാഹരണമായിട്ട് നമുക്കൊക്കെ തോന്നിയിരുന്നു. നിർഭാഗ്യവശാൽ ഈ കേസിൽ കുറ്റക്കാരായി കാണുന്നത്, ഈ 6 പേരെ കുറ്റക്കാരായി കാണുന്നത് പോലും അവർ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർ ഏത് അർത്ഥത്തിലാണ് കണ്ടതുപോലെ ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായും കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ഇപ്പം ബഹുമാനപ്പെട്ട നേരത്തെ സംസാരിച്ച വക്കീൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ അവർ കുറേ കാലം പ്രോസിക്യൂട്ടറായിരുന്ന ആൾക്കാർക്ക് അറിയാം, എല്ലാ കുറ്റകൃത്യം കോടതി ഫൗണ്ട് ഗിൽറ്റി, കുറ്റം ചെയ്തു എന്ന് കാണുന്ന ഘട്ടം വരെ ഈ പ്രതിയാക്കപ്പെട്ടയാൾ പൂർണ്ണമായി നിഷേധിക്കും. കുറ്റകൃത്യത്തിൽ അവർ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അത് ഫൗണ്ട് ഗിൽറ്റി, അവർ കുറ്റകൃത്യം ചെയ്തു എന്ന് കണ്ടാൽ ഉടനെ പ്രതിഭാഗം പറയുന്ന സംഗതി, വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല, അച്ഛനെ കൊന്നയാളും പറയും അമ്മ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു സമീപനം നമുക്കറിയാം. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യണം. ഈ വിക്റ്റിമായ ആൾ അനുഭവിച്ച വിഷമം എത്രയാണ്, എത്ര ആഴത്തിലാണ് ഈ കുറ്റകൃത്യം അവരെ മുറിവേൽപ്പിച്ചത്, അവരുടെ ജീവിതത്തെ എങ്ങനെയാണത് മാറ്റിമറിച്ചത്, അവരുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്. ഒരു സ്ത്രീ ജീവിതത്തിൽ നേരിടാവുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ല ലോക സാഹചര്യത്തിൽ പോലും റേപ്പാണ്. റേപ്പിന് തുല്യമായ ഒരു കുറ്റകൃത്യവും ഒരു സ്ത്രീക്കെതിരെ നടത്താനില്ല എന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ മുതൽ ഏറ്റവും അവസാനം നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സാറ് വരെ നിരവധി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് നേരെ നൽകാവുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് റേപ്പ് എന്ന് പറയുന്നത്. അവരുടെ മനസ്സിനെ, ശരീരത്തെ, അവർക്ക് ആത്മാവുണ്ടെങ്കിൽ ആത്മാവിനെ, അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളെയും അത് ആഴത്തിൽ ബാധിക്കുന്നൊരു സംഗതിയാണ് റേപ്പ്. ആ കുറ്റകൃത്യത്തെ
അതും ഓടുന്ന വാഹനത്തിൽ അവരതിഭീകരമായ രീതിയിൽ റേപ്പ് ചെയ്ത് അത് വീഡിയോ ചിത്രീകരിച്ച്. നമ്മളൊരു റേപ്പ് എന്ന് പറയുന്ന കുറ്റകൃത്യത്തെ നമ്മൾ ഒരാളുടെ ലെസ്റ്റ് അല്ലെങ്കിൽ ഒരാളുടെ തോന്നിയാസം എന്ന് പറയുന്നതിനപ്പുറത്ത് ഇവിടെ വേറൊരാൾക്ക് വേണ്ടി 1.5 കോടി രൂപ കൊട്ടേഷൻ വാങ്ങിയിട്ടാണ് ഇയാൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കൊട്ടേഷൻ കൊടുത്ത ആളെ നേരത്തെ തന്നെ ജഡ്ജി ഒഴിവാക്കി. പിന്നെ എന്തിനാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്? ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് ആരൊക്കെയാണ് കണ്ടത്? ആ കണ്ടവരോട് എന്ത് രീതിയിലാണ് എക്സ്പ്ലനേഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജുഡീഷ്യൽ ചോദിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷയിലേക്ക് കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി കുറക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറക്കുന്ന രീതിയിൽ ഒരു ജില്ലാ ജഡ്ജി വിധി എന്ന് പറയുന്നത് തീർച്ചയായും വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല, അതീവ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ജുഡീഷ്യറി നമുക്ക് വിമർശിക്കാൻ പാടില്ലെങ്കിലും വിധിന്യായത്തെ രൂക്ഷമായി വിമർശിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രിജി, ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഗൗരവത്തെ ലഘൂകരിക്കും വിധം ഈ പ്രതികൾക്ക്, കുറ്റം തെളിഞ്ഞ പ്രതികൾക്ക് വിധിച്ച ശിക്ഷയ്ക്ക് മേൽ സംഭവിക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിമർശനം ഇതിനോടകം രൂപപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഷുക്കൂർ വക്കീൽ പാലത്തായി കേസൊക്കെ ഇവിടെ പരാമർശിച്ചത് വളരെ പ്രസക്തമാണ് താനും. കാരണം ആ കേസിൽ എത്ര ശക്തമായൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഈ കേസിൻ്റെ. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവായി വരുന്നത്, ആ വലിയ ഹീനമായ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവത്തെ ലഘൂകരിക്കും വിധത്തിലായി പോയോ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്? അഡ്വക്കേറ്റ് പ്രിജി. ബലാത്സംഗം എന്ന് പറയുന്ന കുറ്റകൃത്യം ഒരിക്കലും കുറ്റകൃത്യത്തിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഒക്കെ ഏതളവിൽ വെച്ച് പരിശോധിച്ചാലും ഒരിക്കലും ഏതർത്ഥത്തിലും നീതീകരിക്കാനാകാത്ത ഒരു കൊടും പാതകം തന്നെയാണ്. അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് ബഹുമാന്യായിട്ടുള്ള ഹണിയം വർഗീസ് ഏത് തരത്തിൽ ഈ വിധിന്യായം തയ്യാറാക്കി, അല്ലെങ്കിൽ മിറ്റിഗൻ്റായിട്ട് ആ ജഡ്ജ് കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും മനസ്സിലാക്കാതെ കഴിഞ്ഞ 8 വർഷക്കാലമായി ചെയ്ത ചർച്ച പോലെ തന്നെ ആ കോടതി മുറിക്കകത്ത് നടന്നത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാതെ മാധ്യമങ്ങൾ നൽകിയ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ചർച്ച നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ പറയാമോ പ്രിജി? കാരണം ആ കേസ് നടത്തിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തന്നെ വന്ന് കോടതിയിൽ നിന്ന് പുറത്തു വന്നു പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാണ്. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഈ ഭേദഗതിക്ക് ശേഷം വന്നിട്ടുള്ള നിയമത്തിൻ്റെ ശിക്ഷയുടെ തോതെങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അത് വെച്ചാണല്ലോ ആളുകൾ ഈ കുറ്റകൃത്യത്തിന് പരമാവധി ശിക്ഷ കൊടുക്കാതെ പോയി എന്ന വിമർശനം ഉന്നയിക്കുന്നത് ആ വിധിയെ. അല്ല, ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ശരത്തെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിധിന്യായം വായിച്ചതിന് ശേഷം വളരെ ഗൗരവതരമായി യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ അതിജീവിത എന്തൊക്കെ പറഞ്ഞോ ആ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഒരു പ്രോസിക്യൂഷൻ നടപടി നടത്തിയ സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ശരത്ത് തന്നെ, ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആകുന്ന സാഹചര്യം എന്താണ്? ഈ പ്രോസിക്യൂട്ടറായിട്ട് സജസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താ? എല്ലാ മാധ്യമങ്ങളിലും പോയിരുന്ന് ഇതിനകത്തെ 8ാം പ്രതിക്കെതിരെ ഘോരം വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സജഷൻ ആയിരുന്നോ ഈ കേസിനകത്ത് വേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ വിധിന്യായം വന്നതിന് ശേഷം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അത് പറയുമ്പോൾ ഇതേ കോടതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്ത അതിന് മുമ്പുണ്ടായിരുന്ന പ്രോസിക്യൂട്ടർക്ക് കേസ് അവസാനിപ്പിച്ചു പോകേണ്ടതായ ഒരു സാഹചര്യവും വന്നല്ലോ. അതും ജനങ്ങളുടെ മുമ്പിലല്ലേ. നേരത്തെ ഷുക്കൂർ വക്കീൽ പറഞ്ഞല്ലോ, നമ്മളാരും ആ കോടതിയിൽ പോകുന്നില്ല, പക്ഷേ ജനങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ. പ്രോസിക്യൂട്ടർ ആ കേസ് ഉപേക്ഷിക്കുന്നു, കൈകാര്യം ചെയ്ത അഭിഭാഷകൻ ആ പദവിയിൽ നിന്നും മാറുന്നു. 2, ഈ അതിജീവിത തന്നെ ഹൈക്കോടതിയിൽ പോയി ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറയുന്നതുമൊക്കെ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ടല്ലോ. ശരത്തെ, അതൊക്കെ നമ്മൾ പല ആവർത്തി കൈരളിയിലും പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്തു. ഇപ്പം ഈ ചർച്ച 3 അഭിഭാഷകർ കോടതിയിൽ പോകുന്ന, എന്നെ കൂടാതെ 3 അഭിഭാഷകർ കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ്. കോടതി പലപ്പോഴും ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം ജഡ്ജസ് എങ്ങനെല്ലാം പെരുമാറുന്നു, അപ്പോഴെല്ലാം തന്നെ നമ്മൾ വക്കാലത്ത് ജഡ്ജിനോട് പിണങ്ങി ഉപേക്ഷിച്ചു പോവുകയാണോ ചെയ്യുന്നത്? ഇന്ന് തന്നെ നടന്നൊരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അതിജീവിത ഒരു വനിതാ അഭിഭാഷകയെ പ്രോസിക്യൂഷൻ എയ്ഡായിട്ട് വെക്കുന്നു. ആ വനിതാ അഭിഭാഷക ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ഞാൻ ഇന്ന് ആ കോടതിയിൽ പോയില്ല, കാരണം ഞാൻ ആ കോടതിയോട് പ്രതിഷേധിച്ചാണ് പോകാതിരുന്നത്. ഇങ്ങനൊരു അഭിഭാഷകയാണോ പ്രോസിക്യൂഷൻ എയ്ഡ് ആകേണ്ടത്?
ഇതിനകത്ത് പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീമതി ആതിരയടക്കം ഉണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ ഈ വക്കീൽ പണിക്ക് നിരക്കുന്നതാണ്. അഭിഭാഷക വൃത്തിയിൽ അങ്ങനെ കോടതിയുമായി പിണങ്ങി കോടതിയുമായിട്ട് വഴക്കിട്ട് രാജിവെച്ച് പോയി എന്നുള്ളത് കൊണ്ട് പ്രോസിക്യൂഷൻ നേരെ ചൊവ്വേ നടത്താൻ പറ്റുന്ന ആളുകളാണ് എന്നുള്ള ഒരു 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 ധാരണ ഈ ജുഡീഷ്യൽ സംവിധാനത്തിനകത്തുണ്ടോ? ഒരു ക്രിമിനൽ കേസ് നടത്തുമ്പോൾ, ഈവൻ ഒരു സിവിൽ കേസ് നടത്തുമ്പോൾ എന്തെല്ലാം അഭിപ്രായ പ്രകടനങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ഇൻസൾട്ടുകൾ ഒക്കെ തന്നെ അഭിഭാഷകർ അഭിമുഖീകരിക്കേണ്ടി വരും. ആ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെയും വിയോജിപ്പുകളെയും ഒക്കെ നേരിട്ട് കൊണ്ടല്ലേ എല്ലാ വക്കീലന്മാരും കോടതിയിൽ കേസ് നടത്തുക. അപ്പോൾ ഞാൻ ആ കോടതിയോട് പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഇന്നിനി ആ കോടതിയിലേക്കേ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു അഭിഭാഷക അതിൻ്റെ പ്രോസിക്യൂഷൻ എയ്ഡായിട്ട് വന്നു എന്ന് പറയുന്നത് പോലും ആ കേസിൻ്റെ ഒരു പരാജയമായി കാണണ്ടേ? ഞാനത് ഒന്നിൻ്റെയും ആരുടെയും പക്ഷം പിടിച്ച് പറയുകയല്ല. ഞാൻ വളരെ വളരെ ആ അതിജീവിതയുടെ ഭാഗത്തു നിന്നുണ്ടായി ഏറ്റവും വലിയൊരു വീഴ്ചയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. അതായത് ബ്രിജി പറയുന്നത് എന്താണ്? അതിജീവിത അങ്ങനെ ഒരു അഭിഭാഷകയെ പ്രോസിക്യൂഷൻ എയ്ഡായിട്ട് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് അതിനെയാണോ? അതാണോ സൂചിപ്പിച്ചത്? അത് ശരിയായില്ല. അഭിഭാഷക അല്ല ശരത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പോയിന്റ് പറയാം. ഈ കേസിനകത്ത് തുടക്കം മുതൽ തന്നെ അഭിഭാഷക അതിജീവിത അനവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ഗവൺമെന്റിനോട്. അതെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് ഗവൺമെന്റ് നിർവഹിച്ചു. അതായത് ഈ അതിജീവിത പറഞ്ഞു, ഒരു വനിതാ ജഡ്ജിയുടെ മുമ്പിൽ എൻ്റെ ട്രയൽ നടക്കണം എന്ന് പറഞ്ഞ് OP വരുന്നു, ഹൈക്കോടതിയിൽ ഹർജി വരുന്നു. സംസ്ഥാന ഗവൺമെന്റ് അതിനോട് യോജിച്ചാണ് നിന്ന് അങ്ങനെ വന്നോട്ടെ എന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹണി എം വർഗീസ് വരുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന ഓരോ ഘട്ടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിജീവിതയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇതിൻ്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഈ പ്രോസിക്യൂട്ടർമാർ ഇന്നും അവർ ഈ വന്നു നിന്നിട്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നുള്ള നിലയിലേക്കുള്ള കോടതിയെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ ഒരു ജഡ്ജിൻ്റെ ഡിസ്ക്രിഷണറി പവറിനെ ലേക്ക് കടന്നു കയറുന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ ആണോ പറയേണ്ടത്? ആ കോടതിയിൽ വന്ന വാദം പറയേണ്ടതിന് പകരം പ്രതിഷേധിച്ച് പുറത്തു നിൽക്കുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്യുന്നതാണോ അഭിഭാഷക വൃത്തി? അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് ഇതിന്റെ വിധിന്യായം വന്നതിന് ശേഷമാണ്. അതിന്റെ വിധിന്യായം വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് ഈ തരത്തിലേക്കുള്ള ശിക്ഷകൾ വന്നു. ഞാൻ ആ വിധിന്യായത്തിന്റെ പുറത്തേക്കൊരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഇപ്പൊ 20 വർഷത്തെ ശിക്ഷ എന്ന് പറയുന്നത് അത്ര ഒരു മോശപ്പെട്ട ശിക്ഷയാണ്. 20 വർഷം ഒരാൾ തടവിൽ കിടക്കുന്നു എന്ന് പറയുന്നത് അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നിരിക്കെ തന്നെ ഇതിലെ 1-ാം പ്രതിയെക്കുറിച്ചുള്ള അഭിപ്രായം സ്പെസിഫിക് ആയിട്ട് പറയേണ്ടതാണ്. കാരണം ഈ 1-ാം പ്രതി നടത്തിയിട്ടുള്ള കൊടും ക്രൂരകൃത്യം ഈ പറയുന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായാലും പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും കൊടും കുറ്റകൃത്യം തന്നെയാണ്. ആ പ്രതിയെ ബാക്കിയുള്ള പ്രതികളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് അതേ ശിക്ഷ തന്നെ കൊടുക്കാനിടയായ മിറ്റിഗന്റ് ആയിട്ടുള്ള സാഹചര്യം എന്താണ് ആ ജഡ്ജിന് ഉണ്ടായത് എന്ന് തീർച്ചയായും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് കോടതി ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അതിനെ ഇപ്പോ അപലപിക്കുകയോ അത് മോശമാണെന്നോ പറയാത്തതിന്റെ കാരണം ആ മിറ്റിഗന്റ് ആയിട്ടുള്ള സാഹചര്യം ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഡിസ്ക്രിഷണറി പവർ ആ ജഡ്ജിനുണ്ട്. അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പ്രോസിക്യൂഷനും പ്രതികൾക്കും ഹൈക്കോടതിയിലുണ്ട്. ഇപ്പൊ TP കേസിനകത്ത് അടക്കം വിധി ന്യായം മാറി വന്നില്ലേ ഹൈക്കോടതിയിലെത്തിയപ്പോ? ആ തരത്തിലുള്ള സാഹചര്യം തീർച്ചയായും പ്രോസിക്യൂഷനുണ്ട്. പക്ഷേ വീണ്ടും പ്രോസിക്യൂഷൻ ചെയ്യുന്നത് കോടതിക്കകത്ത് കേസ് നടത്തുന്നതിന് പകരം ഇങ്ങോട്ടിറങ്ങി നിന്ന് വീണ്ടും ആ ജുഡീഷ്യൽ ഓഫീസറെ കുറ്റപ്പെടുത്താനും അവരുടെ ഡിസ്ക്രിഷണറി പവറിനകത്തേക്ക് കയറി അഭിപ്രായം പറയുന്ന നിലയിലേക്കും ആ പ്രോസിക്യൂഷൻ മാറുന്നത് വീണ്ടും ഈ കേസിനെ തളർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാ കേസിനകത്തും പ്രോസിക്യൂഷന് ശിക്ഷിക്കണമെന്നാണ് ആഗ്രഹം, പ്രതികൾക്ക് വെറുതെ വിടിയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ കേസിനകത്ത് തന്നെ ആദ്യമായി ഈ വിവരം കേട്ട സിനിമാ നടനായിട്ടുള്ള ലാലിനുണ്ടായ വികാരം അവന്മാരെ എല്ലാം പോയങ്ങ് കൊന്നുകളയണമെന്നാണ്. അദ്ദേഹത്തിന് തോന്നിയ വികാരം അതാണ്. ഈ കേസ് കേൾക്കുന്ന ഓരോ മലയാളിക്കും തോന്നുന്ന വികാരം ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം. പക്ഷെ ഒരു ജഡ്ജിന് ആ തരത്തിൽ വൈകാരികമായി സബ്ജക്റ്റീവായി ഇതിനെ സമീപിക്കാൻ പറ്റുമോ? 40 വയസ്സുള്ള ഒരാൾ
60ാമത്തെ വയസ്സിലാണ് പുറത്തിറങ്ങുക തടവ് ശിക്ഷ അനുഭവിച്ച്. ഇതിനകത്ത് പറയുന്ന ഇപ്പൊ ശരത്തും പറഞ്ഞ വലിയൊരു മാത്തമെറ്റിക്സ് ഉണ്ട്. അതായത് ഇതിനകത്ത് 1-ാം പ്രതി പൾസർ സുനി ആദ്യം ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ആ ശിക്ഷയിൽ. അങ്ങനെ ഒരു ജഡ്ജിന് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് അയാൾ ആദ്യം ഇറങ്ങുന്നത്? അയാൾ ഇതിനു മുമ്പ് അത്രയും വർഷം അവിടെ കിടന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അയാൾ നേരത്തെ 7.5 വർഷം കിടന്നു. അതുകൊണ്ട് 20 ആയാൽ അയാൾ ആദ്യം ഇറങ്ങും. അയാളല്ലേ 1-ാം പ്രതി, അയാളല്ലേ സ്റ്റാർ അക്യൂസ്ഡ്. എന്നാൽ അയാൾക്ക് ഇരിക്കട്ടെ കുറച്ചും കൂടെ. അങ്ങനെ ഒരു ജഡ്ജിന് നിയമവ്യവസ്ഥയുടെ ഏത് തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? ഞാനിത് പറയുമ്പോൾ ഇതെല്ലാം തന്നെ പറയുന്നത് ആ വിധിന്യായം വായിക്കാതെയാണ്. മനസ്സിലായി. പക്ഷേ കോടതിക്ക് ഞാൻ ലാൽകുമാറിലേക്കാണ്. ലാൽകുമാർ, ഇന്ന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിട്ടുള്ള ചുരുക്കം ചില കാര്യങ്ങളുണ്ട്. വിശദമായ വിധി വരാനിരിക്കുന്നതുകൾ എല്ലാവരും അത് കാത്തിരിക്കുന്നു. അതുകൂടി വന്നാൽ 8-ാം പ്രതിയായ ദിലീപ് എന്തുകൊണ്ട് വെറുതെ വിടപ്പെട്ടു എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ജഡ്ജ്മെൻറ്റിൽ ആ കോടതി എങ്ങനെ അതിനെ കാണുന്നു എന്നതൊക്കെ അറിയേണ്ടത് അവിടെയാണ്. ഇവിടെ ഇപ്പോൾ പ്രിജി ആണ് കുറച്ച് വ്യത്യസ്തമായി ഇതിലൊരു നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ പൾസർ സുനി 13 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന ഒരാൾ എന്ന നിലയിൽ രാജ്യത്തെ ഒരു ആദ്യത്തെ വളരെ പ്രമാദമായ ഒരു കൊട്ടേഷൻ റേപ്പ് കേസിലെ 1-ാം പ്രതിയെ കാണാമോ? ഇന്ന് കോടതിയിലടക്കം കോടതി തന്നെ പറഞ്ഞതിൽ തന്നെ 1-ാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം. എന്ന് വെച്ചാൽ 1-ാം പ്രതി എന്ന് പറയുന്ന പൾസർ സുനി ഒരു ക്രിമിനലാണ്, കൊടും ക്രിമിനലാണ്. അയാൾ ഈ തരത്തിലേക്ക് ഇതിനു മുൻപും ശ്രമിച്ചിരുന്നു എന്നതടക്കം വനിതാ ചലച്ചിത്ര നടിമാരെ ഈ വിധത്തിലേക്ക് ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നതുപോലെയുള്ള വിവരങ്ങളൊക്കെ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ അയാളുടെ ഒരു ക്രിമിനൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട് മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അങ്ങനത്തെ ഒരു പശ്ചാത്തലം, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ 13 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ അതിര പറഞ്ഞതുപോലെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നത് തന്നെയല്ലേ? അപ്പോൾ അതിന് നിരവധിയായ തലങ്ങളുണ്ട്. പ്രിജി വ്യത്യസ്തമായ ചില വാദങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഇതുമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിനകത്ത് ശിക്ഷ കുറഞ്ഞു പോയി, 20 വർഷം കുറവ് എന്ന നിലയിലല്ല. പക്ഷേ കേസിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പ്രതികൾക്ക് കുറ്റം തെളിഞ്ഞിട്ടും അതല്ലേ ഇതിലെ ഒരു പ്രശ്നം നിൽക്കുന്നത്. ലാൽ എന്തു പറയുന്നു? ഇതൊരു തിൻ ലൈൻ ഓഫ് ഡിഫറൻസേ ഉള്ളൂ പല കാര്യത്തിലും. ഇപ്പം പ്രജി പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്, ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. അപ്പോൾ ഇത് പ്രാക്ടീസിങ് ലോയേഴ്സ് ആകുന്നതിൻ്റെ ഒരു ഇഷ്യൂവും കൂടെ അതിനകത്തുണ്ട്. നമ്മൾ കോടതിയുടെ സ്റ്റാൻഡ് പോയിൻറ്റും കൂടെ നമ്മൾ നോർമൽ കോഴ്സിലെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡിറ്ററൻസ് ഇഫക്റ്റ് എന്നിലും ഉണ്ട്, ബാക്കിയുള്ളവരിൽ എല്ലാവരിലും ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തക അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് അവർ പറയുന്ന രീതിയിൽ മാത്രമായി നമുക്ക് ചിലപ്പോൾ അതിനെ കണ്ടുകൊള്ളണമെന്നില്ല. കാര്യം കോടതിക്കകത്ത് നടക്കുന്ന ഇൻട്രിക്കേറ്റ് മാറ്റേഴ്സിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയും കൂടെ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നോക്കൂ, ഞാനും ഒരല്പം വ്യത്യസ്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആദ്യത്തെ 6 പ്രതികളുണ്ട്. അത് കഴിഞ്ഞ് 7 തൊട്ട് 10 വരെയുള്ളവരെ അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒരു കാരണവശാലും അവിടെ ഒരു കൊട്ടേഷൻ ക്രൈം ഇല്ല. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കിടക്കുന്ന വിഷയം 8-ാം പ്രതി ആയിരുന്ന അയാൾ കൊട്ടേഷൻ കൊടുത്ത് ഇങ്ങനൊരു കാര്യം ചെയ്തു എന്നാണ്. അപ്പം 8-ാം പ്രതി അക്യൂറ്റ് ചെയ്യപ്പെട്ട് കഴിയുന്ന പോയിന്റിൽ ആ കൊട്ടേഷൻ കൊടുത്ത ആൾ പുറത്തായി കഴിയുമ്പോൾ പിന്നെ ആ കൊട്ടേഷൻ ക്രൈം എന്ന് പറഞ്ഞൊരു കാര്യം നിലനിൽക്കുന്നില്ല. ആ ലെവലിലോ കൊട്ടേഷൻ്റെ കോൺസ്പിറസി ഇല്ല. പക്ഷേ ഈ ക്രൈമിനൊരു കോൺസ്പിറസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ക്രൈമിന് കോൺസ്പിറസി ഉണ്ട്. അത് പ്രൂവ് ചെയ്യാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഷുക്കൂർ വക്കീലാണ് അത് പറഞ്ഞത്. നോക്കൂ, ആൾക്കാർ എന്തോ അത് പ്രൂവ് ചെയ്തല്ലോ. കൂട്ടബലാത്സംഗവും നടന്നിട്ടുണ്ടല്ലോ. ഹലോ ലാൽ, അത് ആ ഗൂഢാലോചന, പ്രതികൾക്കിടയിലെ ഗൂഢാലോചന തെളിഞ്ഞതാണ്. കൂട്ടബലാത്സംഗവും പ്രതികൾ ചെയ്തിട്ടുണ്ട്. യെസ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം ആദ്യത്തെ 6 പ്രതികൾ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന കോൺസ്പിറസി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ജഡ്ജ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നാൽ മാത്രമേ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, യു വോണ്ട് ക്രിട്ടിസൈസ് എ ജഡ്ജ്, യു ക്യാൻ ക്രിട്ടിസൈസ് എ ജഡ്ജ്മെൻറ്റ്. അപ്പോഴും നമ്മുടെ മുന്നിൽ ആ ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ആ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റീസണിങ് ഓഫ് ദ കോർട്ടാണ്. ആ റീസണിങ് ഓഫ് ദ കോർട്ട് നമ്മുടെ മുന്നിൽ പേപ്പേഴ്സായിട്ടില്ല. അങ്ങനൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പം പറയുമ്പോൾ അതും പറയണമല്ലോ. അവരുടെ ഈ പറയുന്ന ജുഡീഷ്യൽ ഓഫീസറുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് റീസണിങ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഈ സ്കെയിൽ ഓഫ് ഒഫൻസിൻ്റെ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ പറഞ്ഞ ആദ്യത്തെ 6 പേരുടെ കാര്യത്തിൽ കൃത്യമായി
അവർ അവിടെ കോൺസ്പിറസി ഉണ്ട്, അവർക്കൊരു മീറ്റിംഗ് ഓഫ് മൈൻഡ് ഉണ്ട്, അതിനനുസരിച്ച് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. അവർ എക്സിക്യൂട്ട് ചെയ്ത ക്രൈം പുറത്തു നിന്നുള്ള ഒരു ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ അടങ്ങുന്ന സമൂഹം, ഞാൻ അടങ്ങുന്ന സമൂഹം വിശ്വസിക്കുന്നു, ഭൂരിപക്ഷ സമൂഹം വിശ്വസിക്കുന്നു. ഭൂരിപക്ഷം എന്നേ പറയാൻ പോകുന്നു, ഭൂരിപക്ഷം സമൂഹം വിശ്വസിക്കുന്നു. പക്ഷേ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് അവിടെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു, നമ്മളിപ്പം പറയുമ്പം കൊട്ടേഷൻ ക്രൈം എന്ന് ഈ പോയിന്റിൽ അതിനെ വിളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നമുക്ക് വിമർശനാത്മകമായി വിളിക്കാം, പക്ഷേ ലീഗലി അതിനെ ഇപ്പം വിളിക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം തന്നെ നോക്കൂ, ഇവിടെ കഴിഞ്ഞ ദിവസം ഷുക്കൂർ വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. അത് പെർട്ടിനൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ആ ക്രൈമിനൊരു പ്രശ്നമുണ്ട്. ആ ക്രൈം, ഈ ആദ്യത്തെ റേപ്പ് ക്രൈമിനകത്ത് ഫർദർ എക്സ്പ്ലോയിറ്റേഷൻ ഓപ്പൺ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നോക്കൂ, വീഡിയോ ക്യാമറ വഴി അല്ലെങ്കിൽ മൊബൈൽ വഴി ഒരു വിഷ്വൽ അവർ പകർത്തുകയാണ്. ആ എക്സ്ട്രാക്ഷൻ എന്തിനാണ് നടക്കുന്നത്? അത് അവിടം കൊണ്ട് അവസാനിക്കാതിരിക്കാനും പിന്നീട് ഈ ഇരയെ വീണ്ടും 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 ചൂഷണം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ചെയ്യുന്ന ആൾ, പൾസർ സുനി എന്ന് പറയുന്ന ആൾ, അയാൾ ഒരു വലിയ ഒഫൻഡറാണ്, അയാളൊരു വലിയ കുഴപ്പക്കാരനാണ്. നോക്കൂ, കോടതിയുടെ പരാമർശം നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിച്ചാണ് പറയുന്നത്, ഞാൻ കോടതിയിലെ പ്രൊസീഡിങ്സ് കണ്ടില്ല. അപ്പോൾ അതിനകത്ത് വരുന്ന അനുസരിച്ച് എന്താ, ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ബാക്കിയുള്ളവർക്ക് ആന്റിസിഡൻസ് ഇല്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടെങ്കിൽ നോക്കൂ, ഇയാൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് കൂടുതൽ പ്രശ്നമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗ്രാവിറ്റി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് എന്നുള്ള പറഞ്ഞു ആ ഒരു ആസ്പെക്ട് എടുത്താൽ, ആ ഗ്രാവിറ്റി ഓഫ് ക്രൈമിനകത്ത് ഇയാൾക്ക് വലിയ മലീഷ്യസ് ഇൻറ്റൻറ്റ് പിന്നീടും ഫേർദർ ക്രൈം, ഒരു സ്ത്രീയെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സെൻറ്റൻസിലേക്ക് വന്നാൽ ഇയാൾക്ക് കൂടുതൽ കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു ലീഗൽ ഒപ്പീനിയൻ എനിക്കുണ്ട്, സോഷ്യൽ ഒപ്പീനിയനും എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ലെറ്റ് us വെയിറ്റ് ഫോർ ദ റീസണിങ് ഓഫ് ദ ജഡ്ജ്. അവരെന്ത് റീസണിങ് ആണ് ഈ പറഞ്ഞ എല്ലാവർക്കും 20 കൊടുത്തിരിക്കുന്നത് വഴിയുള്ള ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ എല്ലാവർക്കും 20 കൊടുത്തിരിക്കുന്നത് വഴിയുള്ള മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ റീസണിങ് എന്താണെന്ന് നമുക്കറിയണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പ്രജി പറഞ്ഞൊരു കാര്യം, 20 വർഷത്തെ കാര്യത്തെക്കുറിച്ച് പ്രജി പറഞ്ഞു. അതൊരു ചെറിയ കാലയളവല്ല എന്ന് പറയുമ്പോൾ, പക്ഷേ അതൊരു മിനിമം പണിഷ്മെൻ്റാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. ആ മിനിമം പണിഷ്മെൻറ്റ് 2 തൊട്ട് 6 പേര് ഭാഗത്ത് അവിടെ നിൽക്കുന്ന, 2 തൊട്ട് 6 പേരുടെ ഭാഗത്ത് അവിടെ നിൽക്കുകയും ഇയാൾക്ക് മറ്റ് കൂടുതൽ ക്രൈം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ, ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. അയാൾ റെക്കോർഡ് ഈ പറയുന്ന വിഷ്വൽ നമ്മുടെ എവിഡൻസ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട്, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്ട് അതിനകത്ത് ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. ബട്ട് ലെറ്റ് us വെയിറ്റ് ഫോർ ദ റീസണിങ് ഓഫ് ദ ജഡ്ജ്. അഡ്വക്കേറ്റ് ആതിര, ഇതിപ്പോൾ ഇവർ രണ്ടുപേരും ഈ വിധി അല്ലെങ്കിൽ ഈ ശിക്ഷാവിധി ആ നിലയിൽ വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും, പൾസർ സുനിയുടെ കാര്യത്തിൽ അവർക്കും ഈ തരത്തിൽ അയാളുടെ ഒരു ക്രിമിനൽ നേച്ചർ, ഹാബിച്വൽ ഒഫൻഡറാണ്, അയാളെ ഈ കേസിലെ വിധിയിലൂടെ എടുക്കുന്ന ഒരു സമീപനത്തിൽ അവർക്കും ആ നിലയിൽ അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നൊരു തലമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്തരം പ്രമാദമായിട്ടുള്ള ക്രിമിനൽ കേസുകൾ ക്ലേശകരമാണ് അഭിഭാഷകരെ സംബന്ധിച്ച്. നേരത്തെ പ്രജി പറഞ്ഞൊരു പോയിൻ്റുണ്ട്. പക്ഷേ ഇവർ കോടതിയുമായി പിണങ്ങി നിൽക്കുന്ന നിലയിലാണോ അഭിഭാഷകർ അതിനെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു പ്രശ്നം കൂടി ചർച്ചയുടെ ഭാഗമായി പ്രജി മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ ഇതിലുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനൊക്കെ അപ്പുറം അതിജീവിതയ്ക്കൊരു പരിപൂർണമായിട്ടുള്ള നീതി കിട്ടിയിട്ടില്ല എന്ന പ്രശ്നം ആദ്യ ദിവസം 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടതു മുതൽ, അല്ലെങ്കിൽ മറ്റ് ഗൂഢാലോചന കേസിൽ പ്രതികളായിരുന്നവരെ വെറുതെ വിട്ടതു മുതൽ ഇന്നടക്കം സമൂഹത്തിൻ്റെ മുമ്പിൽ കുറെ കൂടി ശക്തമായി തന്നെ നിൽക്കുകയാണോ? ഒരു ക്രിമിനൽ കോൺസ്പിറസി പ്രൂവ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോഴും, ഈ ആധുനിക കാലത്ത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഇത്രയും മുന്നോട്ട് വന്ന കാലത്ത്, പ്രത്യേകിച്ച് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഫുട് പ്രിൻറ്റുകൾ ബാക്കിയാവാൻ സാധ്യതയുള്ള ഒരു കാലത്ത് അത് തെളിയിക്കൽ പഴയതുപോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കഴിഞ്ഞ ദിവസം ബുക്കിനകത്ത് 1 മുതൽ 27 വരെയുള്ള കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഞാൻ ഹരീഷിനോട് സംസാരിക്കുമ്പോൾ ഹരീഷ് വീണ്ടും പറഞ്ഞത് തന്നെയാണ്, ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ ഇതൊക്കെ ജീവിക്കുന്ന തെളിവുകളായിട്ടുണ്ട്. ഈ 1 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾ, അതൊക്കെ എന്തിനാണ് സംഭവിച്ചത്, അതിനിടെയുള്ള കോയിൻസിഡൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യം പത്രം വായിക്കുന്ന ആളുകൾ, ഈ കോടതി മുറിക്കകത്ത് സാക്ഷിമൊഴി പറയാൻ വന്ന ആളുകളുടെ സുഹൃത്തുക്കൾ, കോടതി മുറിയുമായിട്ട് ആക്സസ് ഉള്ള ആളുകൾ, ഇവർക്കൊക്കെ ആ സംശയവും ആധിയും, പ്രത്യേകിച്ച് ഈ കേസിനെ കുറച്ചുകൂടി സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ആധി ഈ വിചാരണ സമയത്ത് ഉടനീളം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നുണ്ടായതല്ല. ഈ വിധി കേട്ട് വളരെ പെട്ടെന്ന് ഈ ക്രിമിനൽ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മാത്രം ഉണ്ടായതല്ല. അതിനു മുമ്പ് തന്നെ കോടതി മാറ്റണം എന്ന് ഒരു അതിജീവിതം ആവശ്യപ്പെടുന്നു.
പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഇത് പ്രോസിക്യൂഷനാണോ പ്രോസ്റ്റിറ്റ്യൂഷനാണോ എന്ന് ഒരു ജുഡീഷ്യൽ ഓഫീസർ ഓപ്പൺ കോടതിയിൽ ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ 7 വർഷം പ്രോസിക്യൂഷൻ ചെയ്ത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഞങ്ങളോടൊന്നും ഇന്നേ വരെ അത്രയ്ക്കും മോശമായിട്ട് ഒരു ജുഡീഷ്യൽ ഓഫീസറും പെരുമാറിയിട്ടില്ല. ഞാനൊക്കെ വർക്ക് ചെയ്ത് അത്രയും കോഡിബിളായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർമാരുടെ കൂടെയായിരുന്നു. അതൊക്കെ 3 പേരും പുരുഷന്മാരായിരുന്നു ഞാൻ വർക്ക് ചെയ്തൊക്കെ. അവരൊന്നും ഒരിക്കൽ പോലും ബോക്സിൽ നിൽക്കുന്ന അതിജീവിതയെ ബുദ്ധിമുട്ടുണ്ടാക്കും വിധം ഒരു രീതിയിലും പെരുമാറിയിട്ടില്ല. പക്ഷെ അതിജീവിത തന്നെ പല ഘട്ടത്തിൽ വിതുമ്പുന്ന രീതിയിൽ, അപ്പോൾ നിങ്ങൾ മോങ്ങാതെ കാര്യം പറയൂ എന്നല്ലല്ലോ ഒരു കോടതി പറയാറുള്ളത്. പല ജഡ്ജ്മെൻറ്റിൻ്റെയും ബ്രാക്കറ്റിൽ എഴുതും വിറ്റ്നസ് വീപ്സ്, വിറ്റ്നസ് കീപ് മം, വിറ്റ്നസിൻ്റെ തൊണ്ടയിടറിയത് പോലും എഴുതി വെക്കാറുണ്ട്. അതിന് പകരം മോങ്ങാതെ നിന്ന് കാര്യം പറയുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറും പറഞ്ഞിട്ടില്ല ഇന്നേ വരെ. ഞാൻ പറയുന്നത് മാഡം എഴുതിയെടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാനിരിക്കുന്ന സ്റ്റെനോഗ്രാഫർ അല്ല ഞാൻ എന്നൊരു കോടതി ഇതേവരെ നമ്മളൊന്നും ജോലി അനുഭവത്തിനിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, പ്രൊഫഷണൽ അനുഭവത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടാണ് ഈ വിഷയത്തിനകത്ത്, അല്ലാതൊരു വിക്ടിമിനോട് അതിജീവിതയോട് മാന്യമായി പെരുമാറിയിട്ട് ഇങ്ങനൊരു വിധിന്യായം വന്നാൽ ആരാ ക്രിട്ടിസൈസ് ചെയ്യുക? കോടതി മുറി എടുത്തിട്ടുള്ള പല നിലപാടുകളാണ് ഇതിനകത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതിനെ നിശിതമായി വിമർശിക്കേണ്ടി വന്നത്. കോടതി മുറി മിനിമം അതിജീവിതയോട് കാണിക്കേണ്ടുന്ന മര്യാദ പുലർത്തിയിരുന്നെങ്കിൽ ആരാണ് ജുഡീഷ്യൽ ഓഫീസറെ ഇങ്ങനെ വിമർശിക്കാൻ സന്നദ്ധാവുക? ഞങ്ങൾ 4 പേരും പ്രാക്ടീസിങ് ലോയേഴ്സ് ആണല്ലോ. നമ്മളൊരു കേസ് തോറ്റുപോയത് കൊണ്ടോ നമ്മളൊരു കേസ് വേണ്ടത്ര വിധി വരാത്തത് കൊണ്ടോ എന്നെങ്കിലും ഏതെങ്കിലും ജുഡീഷ്യൽ ഓഫീസറെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ ഇന്നേ വരെ വന്ന പല വിധിന്യായങ്ങൾ എതിരായിട്ടുള്ള വിധിന്യായങ്ങളായിരുന്നല്ലോ. ഇത്തരം ചർച്ചകൾക്കകത്ത് എന്തെങ്കിലും നമ്മൾ വിധി എഴുതിയിട്ടുള്ള ന്യായാധിപരെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ രേഖപ്പെടുത്തേണ്ടി വന്നത് ഈ കേസിനകത്ത് അതിജീവിത കോടതി മാറ്റം ആവശ്യപ്പെട്ടാൽ ഇവിടെ ഇരിക്കുന്ന ബാക്കി 3 പേർക്ക് അറിയാലോ, ഒരു കോടതിയെക്കുറിച്ച് ഒരു എതിരഭിപ്രായം വന്നു കഴിഞ്ഞാൽ ജുഡീഷ്യറിയുടെ ക്രെഡിബിലിറ്റിയുടെ ഭാഗമായിട്ട്, നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ജുഡീഷ്യൽ ഓഫീസർ ആദ്യം എഴുതുമല്ലോ എൻ്റെ കോടതിയിൽ നിന്ന് ഇത് മാറ്റണമെന്ന്. എന്തിനാണ് ഞാൻ തന്നെ വിധി പറയണമെന്ന് ഇതിനകത്ത് വാശി പിടിച്ച് നിൽക്കേണ്ടി വന്നിട്ടുള്ളത്? അങ്ങനെ നിൽക്കേണ്ട, ശാഠ്യം പിടിക്കേണ്ടുന്ന എന്ത് കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്? കേരളത്തിൽ എത്ര വനിതാ ജുഡീഷ്യൽ ഓഫീസർമാർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ വേറെയുണ്ട്. അവർ വനിതാ ജുഡീഷ്യൽ ഓഫീസറുടെ മുന്നിൽ വേണമെന്നുള്ളത് അതിജീവിതയുടെ താല്പര്യമായിരുന്നു. അത് ഇത്രമാത്രം തിരിഞ്ഞു വരുമെന്ന് അവർ പോലും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ രീതിയിൽ അത് വന്നല്ലോ. അപ്പോൾ ഈ പ്രോസിക്യൂഷൻ കേസിന് അനുകൂലമായി നിന്നിട്ടുള്ള വിറ്റ്നസ് അവരോട് കോടതി മുറിയിലുണ്ടായിരുന്ന സമീപനം എന്താണ്? ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് തൊണ്ടയിടറേണ്ടി വന്നത്, കണ്ണിൽ വെള്ളം വരേണ്ടി വന്നത്? ഇതൊക്കെ നമ്മൾ കേട്ടതല്ലേ, നമ്മൾ കണ്ടതല്ലേ, നമ്മുടെ സുഹൃത്തുക്കളല്ലേ, നമ്മൾ അറിഞ്ഞതല്ലേ. ഇതൊന്നും അറിയാതിരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കണ്ണുടച്ച് ഇപ്പം പകലാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതൊക്കെ കേട്ടറിഞ്ഞ, കണ്ടറിഞ്ഞ, തൊട്ടറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല, ഇതിനങ്ങനെ ദഹിക്കില്ല. നമുക്കൊന്നും വെള്ളം തൊടാതെ അങ്ങനെ വിഴുങ്ങാൻ കുറച്ച് പ്രയാസമുണ്ട്. സാക്ഷി മാറിയ 28 ആളുകൾ കൂറുമാറിയ സാക്ഷികളല്ലേ. എങ്ങനെയാണ് ഒരു കേസിനകത്ത് ഈ ജയിലിൽ കിടക്കുന്ന സാക്ഷികളെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് 28 പേർ കൂറുമാറിയത്? ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള വിറ്റ്നസ് സാക്ഷി മാറിക്കഴിഞ്ഞാൽ കൂറുമാറിയ സാക്ഷികളെക്കുറിച്ച് കേരളത്തിനകത്ത് എത്ര കേസുകൾക്കകത്ത് അന്വേഷണം വന്നിട്ടുണ്ട്? അങ്ങനെ ഒരു അന്വേഷണത്തെക്കുറിച്ചുള്ള ഒരു ആലോചന പോലും നടക്കാത്ത വിധം എങ്ങനെയാണ് ഈ കേസ് മാറിയത്? മെമ്മറി കാർഡിൻ്റെ സ്വന്തം മുന്നിലുള്ള എവിഡൻസ് ആയിരുന്നില്ലേ മെമ്മറി കാർഡ്? ആ കേസിൽ ഇത്രയും കൂടിയ ക്രൈം ചിത്രീകരിച്ചൊരു മെമ്മറി കാർഡ് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം തുടർ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ആർക്കാണത് വീണ്ടും കാണാൻ, ആരെങ്കിലും കാണാൻ? ആരും ആഗ്രഹിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത ഒരു ചിത്രീകരണം നടന്നതിൻ്റെ ഹാഷ് വാല്യൂ മാറിയ സമയത്ത് അത് തിരിച്ചറിഞ്ഞില്ലേ ആ കോടതി? എന്നിട്ട് തിരിച്ചറിയാത്തത് കൊണ്ടാണോ 2 വർഷം മിണ്ടാതിരുന്നത്? പിന്നീട് അത് ഈ പറയുന്ന വേറെ ആളുകൾ പറയുമ്പോഴാണല്ലോ, എന്നിട്ട് അതിജീവിത ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം അനുവദിച്ചോ കോടതി? ഇങ്ങനെ ആ കോടതി സംബന്ധിച്ച് നമുക്ക് എടുത്തെടുത്ത് എണ്ണിപ്പറയാൻ വേണ്ടി പറ്റാവുന്ന നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. അല്ലാതെ ഒരു ജുഡീഷ്യറിയെ ക്രിട്ടിസൈസ് ചെയ്ത് അതിൻ്റെ ക്രെഡിബിലിറ്റിയെ കളയാൻ മാത്രം ഈ ജുഡീഷ്യറിയിൽ അവിശ്വസിക്കുന്ന ആളുകളല്ല. ജുഡീഷ്യറിയുടെ ക്രെഡിബിലിറ്റി നിലനിർത്തണമെങ്കിൽ ആ കോടതി മുറിക്കകത്ത് ഇത്രയധികം സാക്ഷികൾ കൂറുമാറിയ സമയത്ത്, ഇത്രയധികം എവിഡൻസിന് ടാമ്പറിങ് വന്ന സമയത്ത് ആസ് എ ജുഡീഷ്യൽ ഓഫീസർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കൂട്ടിൽ നിന്ന് വിറ്റ്നസിനോടും വിക്ടിമിനോടും എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പ്രോസിക്യൂട്ടർമാരോട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഞാൻ പ്രജി സാർ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. അതിജീവിതയുടെ കൗൺസിലർമാരാവട്ടെ, പ്രോസിക്യൂഷൻ ചെയ്ത ആളുകളാകട്ടെ ഇട്ടുപോകേണ്ടവരായിരുന്നില്ല, ഫൈറ്റ് ചെയ്യേണ്ടവരായിരുന്നു. പക്ഷെ ആ ഫൈറ്റ് പോലും നടത്താൻ കഴിയാത്ത വിധം ഹ്യൂമിലേറ്റീവായിട്ടുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാൻ വേണ്ടി പറ്റും? ശരി.
അപ്പം ആ നിലയ്ക്ക് ഒരു സാധാരണ കേസിനെ കാണും വിധം നമ്മൾ ആരും ഇതിനെ അങ്ങനെ എടുക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ വിധിന്യായം വായിച്ചതിന് ശേഷം പൂർണ്ണമായും അതിൽ ഓരോ വരിയും വായിച്ചതിന് ശേഷം അഭിപ്രായം പറയേണ്ട ആളുകളാണ്. പക്ഷെ അതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ കണ്ണടച്ചിരുട്ടാക്കണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് പൊള്ളുന്ന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന സംഗതികൾ ഇനിയും കോടതി മുറിക്കകത്ത് ആവർത്തിക്കും. ഇത്തരം പ്രബലർ ഇനിയും പ്രതിസ്ഥാനത്ത് വരും. ആ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പരാതിക്കാരികളായിട്ട് ഇനി വരാത്ത, തീർത്തും അവരുടെ മുന്നിൽ കഥ കടക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമല്ലേ. ഇനി അതിൻ്റെ പേരിൽ നമ്മൾ ഏത് ആക്ടിവിസ്റ്റ് എന്നുള്ള ആക്ഷേപം കേട്ട് കഴിഞ്ഞാലും ആ ആക്ടിവിസം നമുക്കുണ്ട്. പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയാൻ പറ്റുന്ന കാലത്തോളം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിജി പറഞ്ഞത് ദഹിക്കാതെ പോകുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അത്ര വലിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ കാലത്തിൻ്റെയും ബോധ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പ്രിജി പറഞ്ഞത് അടക്കമുള്ള കാര്യം ദഹിക്കാതെ പോകുന്നത്. ഇപ്പോൾ അതിലെത്ര ശക്തമായി ആ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. കാരണം അത് അങ്ങനെ പറയേണ്ടി വരുന്നൊരവസ്ഥ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ചുരുക്കിയൊരു റെസ്പോൺസിലേക്ക് ആർക്ക് ദഹിക്കാതെ പോകുന്നു എന്നാണ് ശ്രീമതി ആതിര പ്രോസിക്യൂട്ടറായിട്ട് 7 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൻസ് ലോയറായി 25 വർഷമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കോടതിക്കകത്ത് സാക്ഷികൾ കൂറുമാറുക എന്ന് പറഞ്ഞാൽ അതിനെ ആ ജഡ്ജ് എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്? നമ്മുടെ CRPCയുടെയും BNSSനകത്തും ഒക്കെ പറയുന്നത് കോടതി മുറികൾ എന്തിനു വേണ്ടിയുള്ളതാണ്? സ്വതന്ത്രമായി മൊഴി പറയാനുള്ള സ്ഥലങ്ങളാണ്. പോലീസാണ് കള്ളം എഴുതി വെച്ചത്, ഇടയ്ക്കിടപെടരുത്. അല്ല, അങ്ങ് സംസാരിച്ചപ്പോ അത് പറ്റത്തില്ല. ഞാൻ അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല. ഞാൻ വളരെ എനിക്ക് ഒരുപാട് കേസാണ് സൂചിപ്പിച്ചത്. ഏത് വാണിഭ കേസും സൂചിപ്പിച്ചോ? ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ, ഏത് വാണിഭ കേസും സൂചിപ്പിച്ചോ? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ആ ജഡ്ജിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് ആരോപണങ്ങളും ശ്രീമതി ആതിര പറഞ്ഞു. അതിനെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ആ അഭിപ്രായമൊന്നുമില്ല. ഈ ചർച്ചയുടെ ഭാഗമായിട്ടിരുന്നു കൊണ്ട് അവരൊരു പക്ഷേ അത് തൊട്ടറിഞ്ഞു കാണും, കേട്ടറിഞ്ഞു കാണും, കണ്ടറിഞ്ഞു കാണും. പക്ഷേ ഈ പറയുന്ന ജഡ്ജിനെ ഞാൻ 3 വർഷം അവരുടെ മുമ്പിൽ കേസ് നടത്തിയിട്ടുള്ള ഒരു ഡിഫൻസ് ലോയറാണ്. കൊല്ലത്ത് ഈ കേസ് നടത്തിയിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ ഞാൻ പറയുമ്പോ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഞാൻ അങ്ങനെ ആരെ അനുകൂലിക്കാനൊന്നും ചീത്ത പറയാനും തയ്യാറല്ല. വേണ്ട, അങ്ങനെ പറയേണ്ട കാര്യമില്ല. ചീത്ത പറയാനും ശരിയുമല്ല. അല്ല, അത് ശരിയല്ല. ഈ ചർച്ചയ്ക്കകത്ത് ആ തരത്തിലുള്ള അഭിപ്രായങ്ങൾ എന്തിന്റെ പേരിൽ പറഞ്ഞിട്ടുള്ളതായാലും അതിനോട് അതിശക്തമായി വിയോജിക്കുന്ന അഭിഭാഷകനാണ് ഞാൻ. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ചെയ്യുന്നത് പറയാൻ അനുവദിക്കാതെ നിങ്ങൾ രണ്ടുപേരും അതല്ല പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാം. ശരത്ത് എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനും ഞാൻ ശരത്ത് പറയുന്നത് കേട്ട് പഠിക്കാനിരിക്കുന്ന കുട്ടിയുമല്ല. എന്നെ ഈ ചർച്ചയ്ക്ക് വിളിക്കാൻ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സാന്നിധ്യത്തിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന, ഞാൻ പ്രാക്ടീസ് അവരുടെ മുമ്പിൽ ചെയ്തിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറെ സംബന്ധിച്ച് അവര് ചിലപ്പോൾ കേട്ടറിഞ്ഞിട്ടുണ്ടാകാം, തൊട്ടറിഞ്ഞിട്ടുണ്ടാകാം. ഇപ്പോൾ അവര് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ആ ജഡ്ജ് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ചില വാക്കുകളൊക്കെ ഇവിടെ ഉപയോഗിച്ചു. ഞാൻ അതിനോടൊന്നും യോജിക്കുന്ന ആളല്ല. മനസ്സിലായി പ്രജി. എന്റെ ചോദ്യം ഭാഗമായി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ജഡ്ജിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഈ ആരോപണങ്ങളിലൊന്നും ഈ ചർച്ചയുടെ ഭാഗമായി കേട്ടോണ്ടിരിക്കുമ്പോ എന്റെ വിയോജിപ്പ് രേഖപ്പെടുത്താതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അത് രേഖപ്പെടുത്തിയല്ലോ, അത് ആവർത്തിച്ച് രേഖപ്പെടുത്തിയല്ലോ. എന്റെ ചോദ്യം അല്ല, ഇത് സാറും കുട്ടിയല്ല എന്ന് പ്രിജി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരാൾ പറയുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ചോദിക്കാവുന്ന ഒരു ഉപചോദ്യമോ സംശയമുണ്ടെങ്കിൽ ആകാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ദീർഘകാലം പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരാൾ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വലിയ തോതിൽ വളരെ ശക്തമായുള്ള ഒരു ആശങ്ക ആ കേസിന്റെ നടത്തിപ്പിനിടയിൽ ഉണ്ടായ കാര്യങ്ങളല്ലേ അഡ്വക്കേറ്റ് ആതിര പറഞ്ഞത്? അല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ലെന്നേ. ആയിക്കോളൂ. അങ്ങനെ അല്ല, ഞാൻ പറയട്ടെ ഒരു ജഡ്ജ് ഒരു ക്രിമിനൽ കേസ് നടത്തുന്നതിനിടയിൽ അത് വെദർ ഇറ്റ് ഈസ് ടു ബി സെൻസേഷണൽ ഓർ നോട്ട്, ഏത് കേസായാലും ആ ജഡ്ജിന് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞൂടെ?
അതിന് നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ലേ? അതിന് ആ ജഡ്ജിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുക. ആ ജഡ്ജിനെ സംബന്ധിച്ച് ഈ നമ്മൾ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഈ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക എന്ന് പറയുന്നതൊന്നും നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് നിരക്കുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ സാക്ഷികൾ ഹോസ്റ്റയിലാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സാക്ഷിയുടെ മൊഴിയായി പോലീസ് എഴുതിക്കൊണ്ടുവരുന്ന 161 സ്റ്റേറ്റ്മെന്റ് അപ്പാടെ കോടതിയിൽ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയാത്ത സാക്ഷിക്കെതിരെ നടപടി സ്വീകരിക്കണോ? അത് കോടതിയുടെ ഡിസ്ക്രിഷണറി പവർ അല്ലേ? ആ 161 സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന സംഭവമാണോ അതോ കോടതിയിൽ ആ സാക്ഷി പറഞ്ഞിരിക്കുന്നതാണോ സത്യം? അതർവൈസ് പെർജുറിക്ക് കേസെടുക്കാമല്ലോ. അത് ആ കോടതിയുടെ ആ ജഡ്ജിന്റെ ഡിസ്ക്രിഷൻ അല്ലേ? അതല്ലേ നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത്? അങ്ങനെ കോടതികൾ ഇടപെടാറുണ്ടല്ലോ പ്രീജി. അങ്ങനെ കൂറുമാറ്റം വരുമ്പോൾ അത് തെറ്റായ രീതിയിൽ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്ന് കണ്ടുകൊണ്ട് കോടതികൾ ഇടപെട്ട അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. തരത്തെ ഇതിന്റെ വിധിന്യായം വന്നോ? ഇതിന്റെ വിധിന്യായം വന്നില്ലല്ലോ. ആ വിധിന്യായത്തിനകത്ത് അങ്ങനെ ആർക്കെങ്കിലും എതിരെ നടപടി സ്വീകരിക്കണമോ ഇല്ലയോ എന്ന് ആ വിധിന്യായത്തിനകത്ത് ഏത് തരത്തിൽ ആ ഹോസ്റ്റൈൽ വിറ്റ്നസസിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആ വിധിന്യായം വായിച്ചാലല്ലേ മനസ്സിലാവൂ. അതിനു മുമ്പ് എങ്ങനെയാണ് ഒരു ഹൗ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ്? അങ്ങനെ ചെയ്തില്ലല്ലോ, ആരും കൺക്ലൂഡ് ചെയ്തില്ല. അങ്ങനെ കോടതികൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് മാത്രമല്ലേ ഞാനും പറഞ്ഞത്. മുൻ അനുഭവങ്ങൾ പ്രീസിഡൻസ് ഉണ്ടല്ലോ. നോക്കൂ ശരത്തെ, 28 പേര് ഹോസ്റ്റയിലായി, ശരിയാണ്. അതിന് പകരം 275 സാക്ഷികളെ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ചാനലുകളിൽ വന്നിരുന്നു ഘോരം വാദം പറഞ്ഞാൽ പ്രോസിക്യൂട്ടറായി. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുന്നതിന് പകരം ജഡ്ജിനെ ചീത്തയും പറഞ്ഞ് ജഡ്ജിനെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കഥയുണ്ടോ? പ്രോസിക്യൂഷൻ നടത്താൻ അറിയണം. പ്രോസിക്യൂഷൻ നടത്താൻ അറിഞ്ഞുകൂടാതെ ഇങ്ങനെ കേസ് നടത്തി പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോകുമ്പോൾ ഗൂഢാലോചനയിലെ ആളങ്ങ് രക്ഷപ്പെട്ടു പോയി, അത് ജഡ്ജിനെ സ്വാധീനിച്ചത് കൊണ്ടാണ് എന്നൊക്കെ അഭിപ്രായം പറയുന്ന ഒരു ചർച്ചയുടെ ഭാഗമായി ഇരിക്കുക എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിനെതിരാണെന്നേ. അങ്ങനെ ജഡ്ജിനെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ ഒരു തരത്തിലും ഈ ഷുക്കൂർ വക്കീൽ ഇതിനകത്ത് നോക്കൂ. 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വിട്ടയച്ചപ്പോൾ ശക്തമായ വിയോജിപ്പ് ആ വിധിയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഉയർന്നു. പിന്നീട് പ്രതികളാണ് എന്ന് ഈ 6 പേരെ കണ്ടെത്തുന്നു. മുമ്പ് പറഞ്ഞതുപോലെ അതിശക്തമായ നിലയിൽ തന്നെ തെളിവുകളോടെ ഇതേ നിലയിൽ ഈ പ്രോസിക്യൂട്ടറും നമ്മുടെ അന്വേഷണ സംഘവും കൊടുത്ത തെളിവുകളും എല്ലാം കോടതി ഏറ്റെടുത്തത് കൊണ്ടാണ് 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് പൂർണ്ണമായും കണ്ടെത്തിയത്. അവിടെയും പരമാവധി ശിക്ഷയിലേക്ക് പോയിട്ടില്ല എന്ന വിമർശനം ഇന്നും ഉയരുന്നു. ഇതാണ് ഈ കേസിൽ സംഭവിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ ആതിര ഈ കേസിൻ്റെ നടത്തിപ്പിനിടയിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പല രൂപത്തിൽ നിൽക്കുന്നതിനെ ഇവിടെ അവതരിപ്പിക്കേണ്ടി വന്നത്. ഇത് സമൂഹത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലും പലപ്പോഴും പല നിലയ്ക്കും വന്നിട്ടുള്ള കാര്യമാണ്. അത് ജുഡീഷ്യറിയോടുള്ള ഒരു അവമതിപ്പ് എന്ന പ്രശ്നം എന്ന നിലയിൽ പ്രിജി ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷുക്കൂർ വക്കീൽ എന്താ പറയുന്നത്? ഈ 2 അഭിഭാഷകരും അവരുടെ വ്യൂ പോയിന്റ് പറഞ്ഞെങ്കിലും ഈ ജുഡീഷ്യൽ ഓഫീസർമാരെ വ്യക്തിപരമായി വിമർശിക്കുന്നതിനോട് എനിക്കും യോജിപ്പില്ല. നമ്മൾ സുദീർഘമായ നമ്മുടെ അഭിഭാഷക ജീവിതത്തിൽ പലതരത്തിലും നമ്മൾ പറയുന്ന കേസിനെതിരായും അനുകൂലിച്ചും വ്യത്യസ്തമായ വിധികളുണ്ടാകും. അതൊന്നും നമ്മൾ ഓഫീസർമാരെ വ്യക്തിപരമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഈ കേസിൽ ബഹുമാനപ്പെട്ട ജഡ്ജ് ഈ പ്രതികളുടെ ശിക്ഷ മിനിമം ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൊടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ റൈറ്റപ്പ് പുറത്തു വന്നിട്ടുണ്ട്. 4 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജഡ്ജി. 1 പ്രതികളുടെ പ്രായം, 2 അവരുടെ കുടുംബ പശ്ചാത്തലം, 3 1-ാം പ്രതി ഒഴികെയുള്ള ബാക്കിയുള്ളവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന വാദം. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ 40 വയസ്സ് താഴെയുള്ളൂ. അതേ ജഡ്ജിൻ്റെ 2ാമത്തെ ഭാഗം കൂടി വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗൗരവം. നിർഭയ കേസിൽ മുകേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ജഡ്ജിനെ പറയാണ്, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിൻ്റെ വികാസത്തെയും ബാധിക്കുന്നു. ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ആവശ്യകതയും വിധിയിൽ പരാമർശമുണ്ട്. മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷ, വധശിക്ഷയോ ജീവപര്യന്തമോ നൽകേണ്ട സാഹചര്യമില്ലെന്ന് കോടതി കാണുന്നു. അതിനാൽ പ്രതികൾക്ക് താഴെ പറയുന്ന ശിക്ഷകൾ വിധിക്കുന്നു. അല്ല, നിർഭയ കേസിലെ നിരീക്ഷണങ്ങൾ പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി കോട്ട് ചെയ്തിട്ട്
അത് പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന സംഗതി പരമാവധി ശിക്ഷ കൊടുക്കണ്ട എന്നുള്ളതാണ്. സുപ്രീം കോടതി ആ നിർഭയ കേസിൽ അത്തരമൊരു സമീപനം കൈക്കൊള്ളുന്നത് ആ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്ന നിലപാടിലാണ്. അതിൽ വധശിക്ഷ കൊടുത്തിരുന്നല്ലോ. അതിൽ ആ പെൺകുട്ടി കൊല്ലപ്പെടുകയും വധശിക്ഷ നൽകുകയും ചെയ്ത കേസാണ്. നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ട കോടതി ഇവരെ ശിക്ഷ കുറക്കാൻ പറഞ്ഞ കാരണങ്ങൾ നമുക്ക് വിമർശിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട കോടതിയോടോ ആ വ്യക്തി എന്ന ഹണി റോസ് എന്ന ജഡ്ജിനോടുള്ള വ്യക്തിപരമായ വിയോജിപ്പല്ല. തീർച്ചയായും ഈ കേസ് ഞാൻ ആദ്യത്തെ എൻ്റെ ടേൺ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ മറ്റ് ഗ്യാങ് റേപ്പ് പോലെ കാണേണ്ട ഒരു രീതിയിലേ അല്ല. നേരത്തെ ലാൽകുമാർ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് ഈ സാധനം വീഡിയോഗ്രാഫ് ചെയ്തത്? എന്തായിരുന്നു വീഡിയോഗ്രാഫി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം? തുടർന്നും അവരെ ഭയപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും പണം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് അത്ര കൃത്യമായ മൈൻഡ് സെറ്റോട് കൂടിയിട്ട്, അതായത് പ്രീ പ്ലാൻഡ് ആയ കുറ്റകൃത്യത്തെ ശിക്ഷയിൽ ഒതുക്കുന്നത് തെറ്റായ സംഗതി തന്നെയാണ്. ഷുക്കൂർ വക്കീൽ, ഈ ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ കോടതി തന്നെ പറയുന്നത് ഒന്നാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല. ഒന്നാം പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം എന്നുള്ള സാഹചര്യം കോടതിയും കണ്ടെത്തിയിരിക്കുന്നു. നിർഭയ കേസ് കോട്ട് ചെയ്യുന്നു, പ്രസക്തമാണ് അതിലെ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നു. പക്ഷേ പരമാവധി ശിക്ഷയ്ക്ക് നൽകേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇതിനോടാണ് ഒരു വിയോജിപ്പ് ആ വിധിയെ വിമർശിച്ചുകൊണ്ട് ഉയർന്നിട്ടുള്ളത്. അങ്ങനെ ശരത്തെ അങ്ങനെ പറയുമ്പോൾ പരമാവധി ശിക്ഷ എന്തുകൊണ്ട് കൊടുക്കേണ്ടതില്ല എന്നതിന് വ്യക്തത വരുത്തേണ്ടേ കോടതി? ഫുൾ വിധിന്യായം കൊണ്ടാൽ ഇതിലിപ്പോൾ ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ വന്ന സംഗതി ഞാൻ വായിക്കുന്നത്, എന്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ ഇവർ കൊടുക്കുക? ഒറ്റ കാരണമുള്ളൂ, 40 വയസ്സിൽ താഴെയാണ് അവരുടെ പ്രായം എന്നുള്ളത്. 40 വയസ്സിന് മുകളിലായാലും അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കാമെന്നാണോ? ഇപ്പം ഇയാൾ 45 വയസ്സിൽ ഒരാളാണെങ്കിൽ അയാൾ വധശിക്ഷ കൊടുക്കുമെന്നാണോ ജഡ്ജി നമ്മോട് പറയുന്നത്? അതല്ല. ഈ കുറ്റകൃത്യം വിക്റ്റിമായ ആളുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ? സൊസൈറ്റിയെ ലാർജായിട്ട് എങ്ങനെ ബാധിച്ചു എന്ന് സൊസൈറ്റിയുടെ താല്പര്യം നോക്കണമെന്നല്ല പറയുന്നത്. സൊസൈറ്റിയെ ഈ കുറ്റകൃത്യം എങ്ങനെ ബാധിച്ചു? നാളെ ഇതുപോലൊരു കുറ്റകൃത്യം ഓടുന്ന കാറിൽ വെച്ച് ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൂട്ടബലാത്സംഗം ചെയ്താൽ അവർക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ 20 വർഷമാണ് എന്ന രീതിയിലേക്കുള്ള നിഗമനത്തിലേക്ക് സമൂഹം എത്തുന്നത് സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഭീഷണി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. നമ്മൾ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യത്തെ ഏറ്റവും മിനിമം പണിഷ്മെന്റ്, എന്തിനാ പിന്നെ മാക്സിമം പണിഷ്മെന്റ് ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ ആക്കാമെന്ന് ബഹുമാനപ്പെട്ട പാർലമെന്റ് ആ നിയമം പാസ്സാക്കുന്നതിന് കൃത്യമായൊരു ഉദ്ദേശ ലക്ഷ്യത്തോടെയല്ലേ നമ്മൾ പാർലമെന്റ് ലെജിസ്ലേഷൻ നമ്മളൊരു പാർലമെന്റ് നിയമം പാസ്സാക്കുന്ന സമയത്ത് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യമുണ്ട്. 2 പേർ ചെയ്യുന്ന ഒരു സ്വകാര്യ സ്ഥലത്ത് റേപ്പ് ചെയ്യുന്നത് പോലെയല്ല ഒരു ഓടുന്ന വാഹനത്തിൽ 6 പേർ ചെയ്യുന്ന ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത് മനസ്സിലാക്കാനുള്ള വിവേകം ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് ഉണ്ടാവണം. അതാണ് ഇതിലെ ഇന്നത്തെ ഈ ദിവസം ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഭാഗവും അതുതന്നെയാണ്. പാർലമെന്റ് നിശ്ചയിച്ച മിനിമം ശിക്ഷാ നിരക്കിലേക്ക് 20 വർഷത്തിലേക്ക് ഇതെന്തുകൊണ്ട് പരിമിതപ്പെട്ടു? പരമാവധിയിലേക്ക് കോടതിക്ക് പോകാമായിരുന്ന സാഹചര്യം കോടതി തന്നെ പറയുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായതയും ഉണ്ടാക്കുകയും ചെയ്തു. അവർ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ പറഞ്ഞു വരുന്ന ഭാഗത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നാം പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെയും നിരീക്ഷിക്കുന്നു, ശക്തമായി നിരീക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട കോടതി. ആ ഭാഗത്ത് പക്ഷേ പരമാവധി ശിക്ഷയില്ല എന്ന് പറയുമ്പോൾ ഷുക്കൂർ വക്കീൽ ചോദിച്ചൊരു കാര്യം പ്രസക്തമാണ്. എന്തുകൊണ്ട് പരമാവധി ശിക്ഷ നൽകുന്നില്ല എന്നതും ആ ചോദ്യത്തിൻ്റെ ഉത്തരവും പ്രസക്തമല്ലേ, അറിയേണ്ടതല്ലേ പൊതുസമൂഹം അടക്കം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഏതായാലും ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് വൈകാതെ തന്നെ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി ആദ്യം തന്നെ അവർക്ക് കിട്ടേണ്ടതുണ്ട്. അത് വൈകാതെ തന്നെ വരികയും അതിന് പിന്നാലെ അതൊരു പൊതുസമൂഹത്തിൽ കൂടുതൽ ചർച്ചയാവട്ടെ. നേരത്തെ പ്രജി പറഞ്ഞതുപോലെ ആ വിധിയിൽ ഏതൊക്കെ തരത്തിലാണ് ജഡ്ജ് ബഹുമാനപ്പെട്ട കോടതി ഈ വിധം ഗൂഢാലോചന ആ വാദം ദിലീപ് അടക്കമുള്ള പ്രതികളുടെ അവരെ വെറുതെ വിട്ടത്, അതുപോലെ തന്നെ ഇവർക്ക് പരമാവധി ശിക്ഷ എന്തുകൊണ്ട് നൽകുന്നില്ല എന്നതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചർച്ച തുടരുകയും ചെയ്യും. അത് സ്വാഭാവികമായും വിധിയുമായി ബന്ധപ്പെട്ട് കരുതേണ്ടതുമാണ്. ഇനിയൊരു അപ്പീൽ കാലമാണല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ അപ്പീൽ സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ പ്രതികളുടെ അപ്പീൽ വരാൻ പോകുന്നു. ഇത് വെറുതെ സമയം കളയലാണോ അടൂർ പ്രകാശ് MP UDF കൺവീനർ പറഞ്ഞ പോലെ? ഇതേ വിഷയത്തിനകത്ത് നമ്മൾ പറഞ്ഞത് അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. പ്രോസിക്യൂഷൻ ആംപിൾ എവിഡൻസ് അഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത രീതിയിൽ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം വന്നതിനെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അപ്പലേറ്റ് കോടതിക്ക് പറ്റും. എനിക്കൊന്ന് നമ്മളൊരു ഗൗരവത്തിലുള്ളൊരു ചർച്ച
നമ്മൾ നടത്തുമ്പം അടൂർ പ്രകാശിൻ്റെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. പണ്ട് രാജ്ദീപ് സർദേശായി രാഹുൽ നമ്മുടെ ലാലു പ്രസാദിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. ഹി ഹാസ് ബിക്കം എ ബഫൂൺ ഇൻ എ സീരിയസ് സിനിമ എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ഏതാണ്ട് ആ ലെവലിൽ, ഞാൻ അത്രത്തോളം കടത്തി പറയുന്നില്ല, ഒരു വലിയ ഗൗരവമുള്ളൊരു വിഷയത്തെ ഇത്ര ലഘൂകരിച്ച് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, അദ്ദേഹം ഈ പീഡിപ്പിക്കുന്നവരോട് നിൽക്കുന്നവരുടെ ചേർന്ന് സംസാരിക്കുന്ന അങ്ങനെയുള്ള ആളെ നമുക്ക് ഇഗ്നോർ ചെയ്യാം, സ്നബ് ചെയ്യാം. ദ റൈറ്റ് വേർഡ് ഇസ് സ്നബ്, ഇഗ്നോർ പോലുമല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ രണ്ടുപേരും തമ്മിൽ തർക്കം നടന്നല്ലോ. രണ്ടുപേരും പറഞ്ഞതിനകത്ത് ബ്യൂട്ടി ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം രണ്ട് പേഴ്സ്പെക്റ്റീവാണ് പറഞ്ഞത്. അത് ഈ ചർച്ചയെ മനോഹരമാക്കി എന്നുള്ളൊരു വാദമുണ്ട്. വാദം കിടക്കട്ടെ, നല്ലത് തന്നെയാണ്. തർക്കം ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു മറ്റ് ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ പല ഡയമെൻഷനുകൾ വെളിയിൽ വന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. നമ്മുടെ മാധ്യമപ്രവർത്തകർ ഈ വിഷയം വലിയ രീതിയിൽ മുഖ്യധാര വിഷയമായി കൊണ്ടുവന്നെങ്കിൽ പോലും ഇപ്പം നമുക്ക് ഇവർ പ്രോസിക്യൂഷൻ്റെ ഒരു മെയിൻ വിറ്റ്നസ് ആയിരുന്നു ബാലേന്ദ്രകുമാർ. ബാലചന്ദ്രകുമാർ ചാനലിൽ പറഞ്ഞത് അല്ല എവിഡൻസ്. ഇദ്ദേഹം എത്ര രീതിയിൽ ക്രോസ് എക്സാമിനേഷനെ വിറ്റ്സ്റ്റാൻഡ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാര്യം അദ്ദേഹം പറയാനുള്ളതെല്ലാം ഈ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ് ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ക്രോസ് നേരിടുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും ചാനൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ സർപ്രൈസ് എലമെൻ്റ് ഉണ്ടല്ലോ ക്രോസിനകത്ത്, അങ്ങനെയുള്ള ഒരു കാര്യം അവർക്ക് പെട്ടെന്ന് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. അത് ഈ ചാനൽ ഡിബേറ്റ്സിൻ്റെ ഒരു പ്രശ്നവും കൂടി അതാണ്. ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ഒരു സബ്ജുഡീസ് ആയിട്ടിരിക്കുന്ന ഒരു മാറ്ററിൽ റിട്ടയർഡ് ജഡ്ജിനോട് ചോദിച്ചാൽ പോലും അവർ അഭിപ്രായം പറയത്തില്ല. പറയാത്തതിന് കാരണം അതിൻ്റെ മെറിറ്റിനെ ബാധിക്കുന്നുള്ളതുകൊണ്ട്. ഈ വിറ്റ്നസ്, നമ്മൾ പ്രോസിക്യൂഷൻ റിലൈ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിറ്റ്നസ് പ്രജി പറഞ്ഞ പോലെ എല്ലാ ദിവസവും ചാനൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ പൊട്ടിക്കാൻ അപ്പുറത്ത് ഒരു ക്രോസിലൊരു അധികായനായ ഒരു മനുഷ്യനാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെറിറ്റിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം എളുപ്പമല്ലേ ഇച്ചിലൂടെ. അപ്പം അങ്ങനെ അപ്പം ചാനലിൽ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് കേട്ടാണ്ട് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയില്ലായിരുന്നോ, ഒറ്റ കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക, ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയില്ലായിരുന്നോ, ആ മൊഴി എവിഡൻസ് ആകുന്ന എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണി ക്രോസ് എക്സാമിനേഷൻ വിറ്റ്സ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ്. അത് എത്രമാത്രം ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്ത് പോയി എന്നാണ് ഞാൻ മനസ്സിലാവുമല്ലോ. ജഡ്ജ്മെന്റ് വരുമ്പോൾ അത് പൂർണ്ണമായി വായിക്കുമ്പോൾ അത് ഓരോന്നും വളരെ ക്ലിയറായി മനസ്സിലാകാൻ പോകുന്ന കാര്യമാണ്. ഞാൻ വേഗം നമുക്ക് ക്വിക്കായിട്ടൊന്ന് അവസാനിപ്പിക്കാം. റജിനി, അപ്പീൽ കാലമാണ്. അതിനിടയിൽ ഇപ്പോൾ വെറുതെ വിട്ട ദിലീപ് തന്നെ താനാണിര എന്ന നിലയിൽ ഒരു നിയമ പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യത തേടലിൻ്റെയും വാർത്തകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ പ്രജി? കേൾക്കുന്നുണ്ട്. ദിലീപിൻ്റെ നീക്കം, അതുപോലെ തന്നെ അപ്പീലുകളുടെ ഒരു സാധ്യത. അല്ല, ദിലീപിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ഒരു ആരോപണം അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചു. സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള നിയമ നടപടിയുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഞാനും ശ്രീമാൻ ലാൽകുമാറും ഒക്കെ ഇതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാതലായ കാര്യം ഇതിനകത്ത് ഒന്നാം പ്രതിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്, മോഷ്ടാവാണ്, ഒരുപാട് കേസുകളിലെ പ്രതിയാണ്, ഇതിനകത്ത് സ്റ്റാർ ആൻഡ് പ്രൈം അക്യൂസ്ഡ് ആണ്. സ്വാഭാവികമായും അയാളുടെ ശിക്ഷയൊക്കെ ഹൈക്കോടതി പുനഃപരിശോധിക്കുകയും വളരെ കർശനമായ നിലയിൽ അത് ഉയർത്തപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. ഷുക്കൂർ, ഒരു വളരെ സ്റ്റഫുള്ളൊരു അപ്പീൽ കേസിൻ്റെ ഒരു സാധ്യതയിലേക്ക് ഈ കേസ് മാറുമോ? കാരണം ഒരുപാട് തലങ്ങളിൽ വിയോജിപ്പുകളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട പലതരം പരാതികൾ നിൽക്കുന്നു, അതൊക്കെയുണ്ട്. അതിന് അപ്പീൽ പ്രൊസീഡിങ്സിലേക്ക് പോകുമ്പോൾ അതിന് കുറെ കൂടി നല്ലൊരു സ്പേസും പരിശോധനയും പ്രതീക്ഷിക്കാമോ? തീർച്ചയായും നല്ല നിലയിൽ അപ്പീൽ നടത്തിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഈ കേസിലെ മെറിറ്റ് കൃത്യമായി പ്രോസിക്യൂഷന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇത്രയും കാലം ആ കേസ് നിരീക്ഷിച്ച ഒരാളെന്ന നിലയിൽ, കോടതിയിലകത്തല്ല പുറത്ത് നിരീക്ഷിച്ച ഒരാളെന്ന നിലയിൽ പറയുന്നത്. ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ഡിപ്പോസിഷൻസ് എന്താണെന്ന് നമുക്കറിയില്ല, ജഡ്ജ്മെൻറ്റിൽ എന്താണ് പറഞ്ഞതെന്നറിയില്ല. നേരത്തെ ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെ ഡിപ്പോസിഷൻസ് വളരെ പ്രധാനപ്പെട്ടാണ്. ക്രോസ് എക്സാമിനേഷനിൽ എത്രമാത്രം ഈ സാക്ഷികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ട് സത്യം പുറത്തു പറയാൻ കഴിഞ്ഞിട്ടുണ്ട്, ക്രോസ് എക്സാമിനേഷനെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡിപ്പോസിഷൻസ് മുഴുവൻ നമ്മൾ വായിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയും. എന്നാലും ഈ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞ നേരത്തെ ആതിര വക്കീൽ സൂചിപ്പിച്ചതുപോലെ ഇരക്ക് നേരിടേണ്ടി വന്ന പ്രശ്നം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മളത് നിഷേധിക്കാൻ കഴിയില്ല. എന്നോട് നേരിട്ടിട്ട് അവരോട് ഞാൻ ഒരു സിനിമയിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു. നേരിട്ട് അവർ കോടതിയിൽ അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് വളരെ
സങ്കടത്തോടു കൂടി അവർ പറഞ്ഞാണ്. ഒരു ഇരയും അങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് അഭിഭാഷകർ എന്ന നിലയിലും പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അപ്പീൽ കോടതിയിൽ കൃത്യമായി പ്രോസിക്യൂഷൻ്റെ ഭാഗങ്ങൾ കൃത്യമായി ജുഡീഷ്യറിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നും ഈ ദിലീപടക്കം വെറുതെ വിട്ടവർക്കും ഇങ്ങനെ ഇതിൽ ഒന്നാം പ്രതിക്ക് ശിക്ഷ കുറഞ്ഞു പോയതിൽ കൂട്ടാനുള്ള സാഹചര്യം തീർച്ചയായും ഹൈക്കോടതിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് ആതിരയുടെ ഒരു പ്രതീക്ഷയും എന്താണ് ഇതേക്കുറിച്ച്, അപ്പീലിനെ കുറിച്ച് സംസാരിച്ചാൽ? അപ്പീൽ കോടതിയെങ്കിലും ഈ പറയും വിധം കുറ്റകൃത്യങ്ങൾ തിരിച്ചറിയാനും അപ്രീഷിയേറ്റ് ചെയ്യാനും അതിന് ആഴത്തിനനുസരിച്ചിട്ടുള്ള ശിക്ഷാവിധി വരും എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ ജുഡീഷ്യറിയിലുള്ള മനുഷ്യരുടെ പ്രതീക്ഷ, റൂൾ ഓഫ് ലോയിൽ നിയമവാഴ്ചയുള്ള മനുഷ്യരുടെ പ്രതീക്ഷ, ക്രൈം ആവർത്തിക്കാതിരിക്കാൻ ജുഡീഷ്യറി എടുക്കുന്ന നിലപാട്, കോടതി മുറികൾ കൂടുതൽ സ്ത്രീ സൗഹൃദപരമാകുക, വിക്ടിം സൗഹൃദപരമാവുക തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഇക്കാലം അത്രയും ഈ നാട് നടന്നിട്ടുള്ള ദൂരമുണ്ടല്ലോ, ആ ദൂരത്തെ കൂടി പരിഗണിക്കും വിധം, ആ നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കാൻ കഴിയും വിധം, സമൂഹത്തിന് മാതൃകയാകും വിധം ഉള്ളൊരു വിധി അപ്പീലിലെങ്കിലും വരണം എന്ന് ഈ നാട്ടിലെ നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗര എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അതിജീവിതയുടെ ഈ കാലം അത്രയും ഉണ്ടായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള കോടതി അനുഭവങ്ങളെ മറികടക്കാൻ അപ്പീൽ കോടതിക്ക് കുറേ കൂടി കാണാനുള്ള കണ്ണുണ്ടാകണം എന്നുള്ള പ്രതീക്ഷയും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം നേരത്തെ ഷുക്കൂർ വക്കീലും അദ്ദേഹത്തിന് തന്നെ നേരിട്ട് അതിജീവിതയിൽ നിന്നത് കേൾക്കാനിടയായി എന്ന് പറയുന്ന ഒരു കോടതി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ അതിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. സാധാരണ ക്രിമിനൽ കേസുകളിൽ വരുന്ന ഒരു അപ്പീൽ തയ്യാറാക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആതിര തന്നെ ആവർത്തിച്ച് സൂചിപ്പിച്ച പല പ്രശ്നങ്ങളും കോടതി മുറിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈ അപ്പീലിലേക്ക് വരാനോ ഹൈക്കോടതി പരിഗണിക്കാനോ കഴിയുന്ന വിധത്തിലേക്ക് നിയമപരമായി കൊണ്ടുപോകാൻ കഴിയുമോ? പ്രോസിക്യൂഷനും ഫയൽ ചെയ്യുന്ന അപ്പീലിലും ആ കാര്യങ്ങൾ പരാമർശിക്കാം. ഓർഡറിനെ വിധിക്കകത്ത് വരുന്ന വൈരുദ്ധ്യങ്ങളെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ അതിജീവിതയുടെ അപ്പീലും സാധ്യമാണ്. അതിനകത്തും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അപ്പീൽ ഫയൽ ചെയ്യുന്ന സമയത്ത് അത്തരം ഗൃഹപാഠങ്ങൾ നടക്കണമെന്ന് തന്നെയാണ്. പക്ഷേ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ 1500 പേജ് ഉണ്ട് എന്ന് പറയുന്ന വിധിന്യായത്തിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട എവിഡൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എവിടെ പരാജയപ്പെട്ടു എന്നും ആ പരാജയപ്പെടലിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള നിലയ്ക്ക് കൂടി പോകണം എന്നുള്ളതാണ് അഭിപ്രായം. റൈറ്റ്. ഏതായാലും അപ്പീൽ ഡ്രാഫ്റ്റിംഗ് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് പറഞ്ഞു നിർത്താൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ തലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതേക്കുറിച്ചാണ് അഡ്വക്കേറ്റ് PM ആതിര, അഡ്വക്കേറ്റ് C ഷുക്കൂർ, അഡ്വക്കേറ്റ് PA പ്രിജി, അതുപോലെ അഡ്വക്കേറ്റ് N ലാൽകുമാറും സംസാരിച്ചത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.